ورحمة الله وبركاته. إن الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. ما لي ملاذ ولا ذخر نلوذ به ولا عماد ولا حرز سوى الله أرجوه سبحانه ولا يخيب لي ظنا فحسبي ما أرجو من الله. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ശാന്തമായ പ്രദേശത്ത് ഈ പ്രോഗ്രാമിനെ വീടിൻ്റെ അകങ്ങളിൽ നിന്നുകൊണ്ടും അല്ലാത്ത പ്രദേശങ്ങളിൽ ഇരുന്നു കൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവനേറെ ഇഷ്ടപ്പെടുന്ന സമയത്തിലും സന്ദർഭത്തിലും ഒരുമിച്ചിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഹത്തായ അവസരത്തെ അനുകൂലമാക്കി തന്നിരിക്കുകയാണ്. ഈ ഒരവസ്ഥയെ അനുകൂലമാക്കിയ അല്ലാഹുവിനെ ആത്മാർത്ഥമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംസാരത്തെ, ഈ ഒരുമിച്ച് കൂടലിനെ, ഇവിടെ ചെലവഴിക്കുന്ന സമയത്തെ നാളെ ആരും സഹായിക്കാനില്ലാത്ത പരലോക ഭവനത്തിൽ സന്തോഷത്തോടെ നമ്മുടെ നന്മയുടെ ലിസ്റ്റിൽ അവൻ നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ചുകൊണ്ട് സംസാരിക്കുന്ന മജ്ലിസുകൾ ഇസ്തിഗ്ഫാറിന്റെ പാപമോചനങ്ങളുടെ സദസ്സുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം ഈ വേദിയിൽ നിന്ന്, സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പ് തന്നെ ജീവിതത്തിന്റെ ഇന്നലകളിൽ വന്നുപോയ പാപക്കറകളെല്ലാം വിശാലമായി പാപങ്ങൾ പുറത്തു തരുന്ന റഹ്മാനായ ഗഫൂറായ റബ്ബ് നമുക്കെല്ലാം വിട്ടുപുറത്ത് അവൻ നമ്മെ എല്ലാം ശുദ്ധീകരിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ഏറെ ആഗ്രഹിക്കുന്ന ലോകം, പരിശുദ്ധമായ സ്വർഗം, ആ സ്വർഗത്തിലും അല്ലാഹു നമ്മെ ഇതുപോലെ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഇത്തരത്തിലുള്ള സദസ്സുകളിലേക്ക് സമയമുണ്ടാക്കി ഓടി വരുന്നത് ഇവിടെ പ്രത്യേകിച്ച് കണ്ണിന് ഇമ്പമാകുന്ന പ്രത്യേക കാഴ്ചകളോ, കാതുകൾക്ക് വേറെ ഏതെങ്കിലും ഹരം പകരുന്ന കേൾവികളോ, മറ്റുള്ള ശബ്ദകോലാഹലങ്ങളോ ഒന്നും ഉണ്ടായത് കൊണ്ടല്ല. ഇത്തരത്തിലുള്ള മജ്ലിസുകളിലേക്ക് നമ്മൾ എണ്ണ കത്തിച്ച് സമയമുണ്ടാക്കി ഓടി വരുന്നത് ഒരു നാളെല്ലാം വിട്ടെറിഞ്ഞ് ഈ ദുനിയാവിൽ നിന്ന് പോകേണ്ടവരാണ് എന്ന ശക്തമായ ബോധം മനസ്സിലുള്ളത് കൊണ്ടാണ്. ആ യാത്രയുടെ പ്രയാണത്തിന്റെ ഇടയിൽ ഖബർ എന്ന് പറയുന്ന ലോകത്ത്
രക്ഷയും ശിക്ഷയുമുണ്ട് എന്നും അവിടെ വിജയികൾക്ക് സന്തോഷകരമായ അവസ്ഥകളുണ്ട് എന്നും പരാജയപ്പെട്ടവർക്ക് അവിടെ വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നും മനസ്സിലാക്കിയവരാണ് നമ്മൾ. പിന്നീട് ഒരു കാലയളവ് കഴിഞ്ഞ് അള്ളാഹുവിന്റെ മഹ്ശറ എന്ന് പറയുന്ന മഹാസഭയിലേക്ക് ഒരംഗമായി ഒഴുകിയെത്തി. അവിടെ നമ്മൾ അനുഭവിച്ച, നമ്മൾ വിശ്വസിച്ച, നമ്മൾ പ്രവർത്തിച്ച, നമ്മൾ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം തലനാരിഴക്കേറി ചോദ്യമുണ്ട് എന്നും അവിടെ വിജയിച്ചവർക്ക് സ്വർഗമുണ്ട് എന്നും പരാജയപ്പെട്ടവർക്ക് നരകമുണ്ട് എന്നും അതിശക്തമായി വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം സദസ്സുകളിലേക്ക് നമ്മളെല്ലാം കടന്നു വരുന്നത്. കാരണം മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് വെറുതെ കളിതമാശക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല. മനുഷ്യരല്ലാത്ത എത്രയോ കോടിക്കോടി ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട്. അവർക്ക് മാർഗനിർദ്ദേശങ്ങളില്ല, അവർക്ക് നന്മതിന്മകളില്ല, അവർക്ക് ജീവിതത്തിന്റെ പ്രയാണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. പക്ഷെ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ വ്യക്തമായ പദ്ധതിയുണ്ട്, ജീവിതത്തിന്റെ വ്യക്തമായ സിലബസുകളുണ്ട്. എന്ത് ചെയ്യണം, എന്ത് വിശ്വസിക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ്. അതിലൂടെ ആത്യന്തികമായ മോക്ഷം കരഗതമാക്കേണ്ടവരാണ് എന്ന് എല്ലാ സമയത്തും നമ്മുടെ മനസ്സിലുണ്ടാകണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധേയമായ ഒരു ചോദ്യം ചോദിച്ചില്ലേ? അയഹ്സബുൽ ഇൻസാനു അയ്യുതറക സുദാ. മനുഷ്യൻ വിചാരിച്ചു പോയോ നാം അവരെ വെറുതെ അങ്ങ് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ചെയ്യാതെ, വിചാരണ ചെയ്യാതെ മണ്ണിലേക്ക് അങ്ങ് ചേർത്ത് കളഞ്ഞ് പിന്നെയൊരു അവസരമില്ലാതെ വിട്ടുകളയുമെന്ന് വിചാരിച്ചോ? വിശുദ്ധ ഖുർആനിൽ ഈ ആശയം വരുന്ന വേറെയും ചില വചനങ്ങളൊക്കെ നമുക്ക് കാണാം. അവിടെയാണ് ഇതൊന്നുമല്ല ജീവിതമെങ്കിൽ പിന്നെ എന്താണ് ജീവിതം, എന്തിനാണ് എന്റെ റബ്ബെന്നെ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കാനാണ് നാം ഇവിടെ വന്നത്. ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അറകളിൽ ഒരു തുള്ളി വെള്ളമായി ജീവിതത്തിന്റെ പ്രയാണം ആരംഭിച്ച് നമ്മളൊക്കെ അതിസങ്കീർണമായ സ്റ്റേജുകൾ കഴിഞ്ഞ് ഇവിടെ എത്തി നിൽക്കുമ്പോ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളെല്ലാം ചോദിച്ചതും ചോദിക്കാത്തതുമായതെല്ലാം നൽകി ഇവിടെ എത്തിച്ചത് എന്തിനാ? നമ്മെ സൃഷ്ടിച്ചവനായ നാഥനെ അറിഞ്ഞ് അവനിൽ അചഞ്ചലമായി വിശ്വസിച്ച് അവന്റെ തൃപ്തി കരഗതമാക്കി ദുനിയാവിൽ നിന്ന് യാത്ര പോകാനാണ്. എന്നാൽ ഈ തരത്തിലുള്ള ജീവിതത്തിന് അള്ളാഹു ഒരു പരിസമാപ്തി കുറിച്ചിട്ടുള്ളത്, ഒരവസാനം കുറിച്ചിട്ടുള്ളത് നമ്മുടെ മരണത്തോടു കൂടിയാണ്. ആ പരിധിയാകുന്ന മരണത്തിന്റെ അവസാന ബെല്ല് മുഴങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ പ്രവർത്തനങ്ങൾക്കോ അധ്വാനങ്ങൾക്കോ പിന്നീട് സമയമില്ല എന്നാണ്. അത് ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അല്ലാഹു നിശ്ചയിച്ചൊരു കൃത്യമായ അവധിയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അറാഫിന്റെ 34-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വലികുല്ലി ഉമ്മത്തിൻ അജൽ, എല്ലാ സമുദായങ്ങൾക്കും അല്ലാഹു ഒരു അജൽ വെച്ചിട്ടുണ്ട്, ഒരു അവധി വെച്ചിട്ടുണ്ട്. ഫഇദാ ജാഅ അഹദുഹും ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ആ പറയപ്പെട്ട അവധി വന്നെത്തിക്കഴിഞ്ഞാൽ ഒരു നാഴിക നേരം ഇങ്ങോട്ടോ അങ്ങോട്ടോ സമയം വൈകിപ്പിക്കുകയോ നേരത്തെ ആവുകയോ ചെയ്യാതെ, ഒരു മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസം പോലും ഇല്ലാതെ സമയത്ത് അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അത് നമ്മളിൽ നടപ്പിലാക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അസറും മഗ്രിബിയും ളുഹറും കഴിഞ്ഞവരാണ് പല ആളുകളും. ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കേണ്ടത്, എന്റെ ജീവിതത്തിൽ അല്ലാഹു എനിക്ക് നൽകിയ സമയത്തിന്റെ ബഹുഭൂരിഭാഗം ഞാൻ ഉപയോഗിച്ചത് എന്തിനാ? ഒരുപക്ഷെ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാകാം, തന്റെ കുടുംബത്തിന് വേണ്ടിയാകാം, വ്യക്തിപരമായ കാര്യങ്ങൾക്കും യാത്രകൾക്കും വേണ്ടിയാകാം. അങ്ങനെയുള്ള എത്രയോ ആളുകളാണ് പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാതെ
യഥാർത്ഥ ലക്ഷ്യം മറന്നുകൊണ്ട് വിട പറഞ്ഞു പോകുന്ന എത്രായിരം മനുഷ്യരുണ്ട് നമ്മുടെ നാടുകളിൽ. ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്ന ആളുകൾ. ജീവിതത്തിൽ എത്രയോ എത്രയോ മരണവാർത്തകൾ കേൾക്കുന്നവരാണ് നമ്മൾ. ആ മരണവാർത്ത കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് ആ മഹായാഥാർത്ഥ്യം കടന്നു വരുന്നതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്നുള്ള ഒരു അതിശക്തമായ ചോദ്യം എപ്പോഴും ഞാനും നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കേണ്ടതാണ്. അവിടെയാണ് സലഫുകളായ ആളുകളുടെ സുന്ദരമായ ജീവിതക്രമങ്ങളെ നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒന്ന് രണ്ട് കവിതകളിൽ കാണാം. ഇനിയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ മനുഷ്യരോട് പറയുകയാണ്, തസവ്വദു മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രീ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. തസവ്വദു മിനത് തഖ്വാ, ധർമ്മനിഷ്ഠയുള്ള ജീവിതം നീ അധികരിപ്പിച്ചോ എന്നാണ്. സൂക്ഷ്മതയുള്ള ജീവിതം നീ ധാരാളം അധികരിപ്പിച്ചോ എന്നാണ്. കാരണം ഫഇന്നക ലാ തദ്രീ, കാരണം തീർച്ചയായും നിനക്ക് അറിയുകയില്ല തന്നെ എന്ത്. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, നാളെയുള്ള ഒരു പ്രഭാതം നിന്നിലേക്ക് വിടർന്നു വരുന്നതിന്റെ മുന്നേ ജീവനോടെ ഈ ദുനിയാവിൽ നീ ബാക്കി ഉണ്ടാകുമെന്ന് ഒരു സൃഷ്ടിക്കും ഒരു പടപ്പുകൾക്കും തന്നെ അറിയുകയില്ല. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ ഖലീലിൻ ആശ ഹീനം മിനദ് ദഹ്രി. ശ്രദ്ധേയമായ വരികളാണത്. എത്ര ആരോഗ്യമുള്ള ആളുകളാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. എന്നാൽ എത്രയോ കാലം രോഗികളായി കിടക്കുന്ന ആളുകളാണ് ഇപ്പോഴും മരണപ്പെടാതെ അവരിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. വീണ്ടും പറഞ്ഞതെന്താണ്? ഫകം മിൻ ഫതൻ അംസാ വഅസ്ബാഹ ളാഹികാ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്രയെത്ര ചെറുചെറുക്കുള്ള യുവാക്കളാണ് വീട്ടിൽ നിന്ന് ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നത്. അവരുടെ വാഹനത്തിൽ കയറിക്കൊണ്ട്, അവരുടെ 4 വീലറിൽ 2 വീലറിൽ കയറിക്കൊണ്ട് എത്രയെത്ര ആളുകളാണ് സന്തോഷത്തോടെ ഭാര്യമാരോട് യാത്ര പറഞ്ഞുകൊണ്ട്, മാതാപിതാക്കളോട് മക്കളോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ അവരാരും തന്നെ അറിയുന്നില്ലല്ലോ എന്ത്, ഈ പരിസരത്തിന്റെ ടെക്സ്റ്റൈൽസുകളിൽ എവിടെയോ തന്നെ വരിയാനുള്ള കെട്ടിവരിയാനുള്ള കഫം പുടവ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ആരും തന്നെ അറിയുന്നില്ലല്ലോ. ഈ യാഥാർത്ഥ്യം നമ്മളിലേക്ക് വന്നെത്തുന്നതിന്റെ മുന്നേ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞില്ലേ എന്ത്? അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബി, എന്റെ ഷോൾഡറിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഓ ഇബ്നു ഉമറേ, ഈ ദുനിയാവിൽ നീ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണേ, അല്ലെങ്കിൽ നീ ഒരു വിദേശിയെ പോലെയാകണേ. ഈ വഴിയാത്രക്കാരുടെ പ്രത്യേകത എന്താണ്? ദീർഘദൂരം യാത്ര ചെയ്യുമ്പോ യാത്രയുടെ കാഠിന്യം കൊണ്ട് സൈഡായി ഒരു പക്ഷേ ഒരു മരത്തണലിലേക്ക് അല്ലെങ്കിൽ റോഡിന്റെ സൈഡിലേക്ക് ഒന്ന് വണ്ടി ഒതുക്കിക്കൊണ്ട് നമ്മളൊന്ന് ക്ഷീണമകറ്റാറില്ലേ? ക്ഷീണം മാറിയാൽ വീണ്ടും യാത്ര തുടങ്ങാറില്ലേ? അതുപോലെയാണ് ജീവിതം എന്ന് പറയുന്നത്. ലക്ഷ്യം ഈ പറയപ്പെട്ടതൊന്നുമല്ല. ഇബ്നു ഉമറിനോട് വീണ്ടും പറഞ്ഞത് എന്താണ്? നീ ഒരു വിദേശിയെ പോലെയാകണേ. പ്രവാസികളായ ആളുകൾ ഈ കൂട്ടത്തിലില്ലേ? ഇപ്പോഴും പ്രവാസികളായി തുടരുന്നവരില്ലേ? എന്തിനാണ് നമ്മൾ പ്രവാസികളായത്? എന്തിനാണ് നമ്മൾ അധ്വാനിക്കാൻ അന്യനാടുകളിലേക്ക് പോയത്? ഈ നാട്ടിൽ നമ്മൾക്ക് ജീവിത സൗകര്യങ്ങളായി കഴിഞ്ഞാൽ, ലക്ഷ്യപ്രാപ്തിയായി കഴിഞ്ഞാൽ, ആ വിദേശം വിട്ടുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് പോലെ യഥാർത്ഥത്തിലുള്ളൊരു ലോകത്തിലേക്കുള്ള പ്രയാണമാണ് ഞാനും നിങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മറന്നു പോകാൻ പാടില്ല. അത് ഓർമ്മിക്കാനാണ് ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. അതിനാണ് നമ്മുടെ അതെ വെള്ളിയാഴ്ചയിൽ നടക്കുന്ന ഖുതുബകള്, അതിനു വേണ്ടിയാണ് നമ്മുടെ വിജ്ഞാനവേദികള്, അതിനു വേണ്ടിയാണ് നമ്മുടെ സമ്മേളനങ്ങള്, അതിനു വേണ്ടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്ന എല്ലാ ദീനീ സംരംഭങ്ങളും. ഈ വാക്ക് കേട്ടതിന് ശേഷം മഹാനായ
ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നവരോടൊക്കെ പറയാറുണ്ടെന്ന്, ഇദാ അംസൈത ഫലാ തന്തളിരി സ്വബാ, അതേ നീ വൈകുന്നേരമായി കഴിഞ്ഞാൽ, വൈകുന്നേരത്തിന്റെ കിരണങ്ങൾ നിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രഭാതമാകുന്ന ഒരവസ്ഥയെ നീ പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഇദാ അസ്ബഹത ഫലാ തന്തളിരി സ്വബാ തന്തളിരിൽ മസാ, പ്രഭാതത്തിലേക്കാണോ നീ എത്തിപ്പെട്ടതെങ്കിൽ ഇനി ആ വൈകുന്നേരമാകുന്ന അല്പസമയത്തെ വരെ നീ പ്രതീക്ഷിക്കണ്ട. അതിന്റെ ഇടയിൽ ഒരുപക്ഷെ ഈ ദുനിയാവിൽ നിന്ന് യാത്ര തിരിഞ്ഞു പോകാമെന്ന് അദ്ദേഹം സഹോദരങ്ങളെ കാണുന്നവരോട് പറയാറുണ്ട് എന്നാണ്. ഈ മഹായാഥാർത്ഥ്യം ലോകത്തിന്റെ കോണുകളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ കർണാടകയുടെ, നമ്മുടെ പരിസരത്തിന്റെ കാസർഗോഡ് ജില്ലയുടെ, നമ്മുടെ പരിചയക്കാരിൽ എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ ആളുകൾ ഈ പറയപ്പെട്ട യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ കടന്നു കൊടുത്തവരല്ലേ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം എവിടെയാണ്? അതുകൊണ്ടാണ് ഹബീബുനാ റസൂൽ പറഞ്ഞത്, എവിടെയാണോ ആ യാഥാർത്ഥ്യം നിങ്ങളിൽ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ സ്ഥലത്തേക്ക് നിങ്ങൾ സമയമെത്തിയാൽ അല്ലാഹു എത്തിക്കുമെന്നാണ്. ഒരു ആവശ്യം അല്ലാഹു തരുമെന്നാണ്. ഇദാ അറാദല്ലാഹു ഖബ്ല അബ്ദിൻ ബിഅർളിൻ ജഅല ലഹു ബിഹാ ഹജ. ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ്, അവിടേക്ക് അല്ലാഹു ആവശ്യം തന്ന് എത്തിക്കുന്നതാണ്. കേട്ടിട്ടില്ലേ നിങ്ങള്? യുഎഇയിലേക്ക് എത്രയോ കാലമായി പോകാത്ത ഒരാള്, എന്നും പണ്ടുമില്ലാത്തൊരാഗ്രഹമാണ്, പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുകയാണ്, കടലാസുകളൊക്കെ ശരിയാക്കുകയാണ്, വിദേശത്തേക്ക് എത്രയും പെട്ടെന്ന് പറന്നു പോവുകയാണ്. എന്തിനാണ് പോയതെന്നറിയുമോ? അവിടെയാണ് അദ്ദേഹത്തിന്റെ മരണമല്ല നിശ്ചയിച്ചത്. എത്രയോ വാർത്തകൾ കേട്ടില്ലേ നമ്മള്? വിദേശത്തുള്ള ആളുകൾക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകണമെന്ന് തോന്നുകയാണ്. ഒരു ഫ്ലൈറ്റ് അപകടത്തിലൂടെ നാട്ടിലേക്ക് വന്നിട്ട് 5 ദിവസമായിട്ടേ ഉള്ളൂ, നാട്ടിലേക്ക് വന്നിട്ട് 4 ദിവസമായിട്ടേ ഉള്ളൂ. എത്രയോ വാർത്തകൾ കേൾക്കുന്നില്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് തന്നെ ആ മരണമാകുന്ന മഹാസത്യം വന്നെത്തുന്നതിന്റെ മുന്നേ യഥാർത്ഥത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെയുള്ളൊരു ജീവിതം, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞതുപോലെയുള്ളൊരു ജീവിതം നയിക്കാൻ തയ്യാറാകേണ്ട ആളുകളാണ് നമ്മൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയുമോ? നമ്മെ സൃഷ്ടിച്ചവനായ റബ്ബാരാണ്, നമ്മെ സൃഷ്ടിച്ചവനായ രക്ഷിതാവാരാണ്, അവനെ യഥാർത്ഥത്തിൽ അറിയുക എന്നുള്ളതാണ്. യാതൊരു ചാഞ്ചല്യവുമില്ലാതെ, യാതൊരു വ്യതിയാനവുമില്ലാതെ, യാതൊരു മടിയും കാണിക്കാതെ നമ്മെ പടച്ചെടുത്ത റബ്ബിനെ അടിമുടി കൃത്യമായി അറിയുക എന്നുള്ളതാണ്. ആ റബ്ബിനെ അറിയാതെ പോയാൽ നമുക്ക് വരാനിരിക്കുന്ന നഷ്ടമെന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് രംഗത്തുണ്ടാകുന്ന നഷ്ടം പോലെയല്ലാതെ, വേറെ ഏതെങ്കിലും ദുന്യവിയായ മേഖലകളിൽ ഉണ്ടാകുന്ന നഷ്ടം പോലെയല്ലാതെ, പിന്നെയോ അവരെ കുറിച്ചുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, കുല്ലിന്നൽ ഖാസിരീനല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യഥാർത്ഥത്തിലുള്ള നഷ്ടമെന്ന് പറയുന്നത് അനന്തമായ നാളെ വരാനിരിക്കുന്ന പരലോക ഭവനത്തിലുള്ള നഷ്ടമുണ്ടല്ലോ. എങ്ങനെയുള്ള ലോകം? വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, എന്നും ബാക്കിയാകുന്ന ഏറ്റവും ഉന്നതമാകുന്ന ലോകമാകുന്ന പരലോകം. ആ ലോകത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു ബോധ്യം, ആ ലോകത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു ചിന്ത അത് ഉണ്ടാകണമെന്ന് ഉണ്ട് എങ്കിൽ അള്ളാഹുവിനെ അടിയുറച്ച് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്, അവരറിയേണ്ടതുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങൾ ലോകരെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ലോകത്തിന്റെ പല രംഗങ്ങളിലേക്കും പല നാടുകളിലേക്കും അല്ലാഹു പറഞ്ഞയച്ചത് ആരെ? പ്രകാശത്തിന്റെ വിളക്കുമാടങ്ങളായ പ്രവാചകന്മാരെ. ആ പ്രവാചകന്മാർ കടന്നു പോകാത്ത ജനതയില്ല എന്നല്ലേ ഖുർആൻ പറയുന്നത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ നമ്മളോട്, തകാദു തമയ്യസു മിനൽ ഗൈള കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആളുകൾക്ക് ഹിഫ്ളുള്ള വചനങ്ങളാണിത്. സൂറത്ത് മുൽക്കിന്റെ 8-ാമത്തെ വചനമാണ്. എന്താണ് ആയത്തിൽ അല്ലാഹു പറഞ്ഞത്? ഒരുപാട് നാളെ നരകത്തിന്റെ മുന്നിൽ അക്രമികളായ ആളുകൾ ചെന്ന് നിൽക്കുമ്പോ നരകം ഉഗ്രകോപം നിമിത്താൽ പൊട്ടിത്തെറിക്കാൻ നിൽക്കുകയാണ്. ആ നരകത്തിലേക്ക് സംഘമായി കുറ്റവാളികളെ വലിച്ചെറിയുമ്പോ ആ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? അലം യഅതികും നദീർ,
കബീർ. നിങ്ങൾക്ക് താക്കീതന്മാർ വന്നിരുന്നില്ലേ ഹക്കും ബാത്തിലും പറഞ്ഞു തരാൻ, സുന്നത്തും ബിദഅത്തും പറഞ്ഞു തരാൻ, ദീനിലെ സത്യം എന്താണ് അസത്യം എന്താണെന്ന് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് താക്കീതന്മാർ വന്നിരുന്നില്ലേ എന്ന് നരകത്തിന്റെ ഇന്ധനമാകാൻ പോകുന്ന ആളുകളോട് മലക്കുകൾ ചോദിക്കുമ്പോ, അതേ നരകത്തിലേക്ക് കടന്നു പോകുന്ന ഈ ദുനിയാവിൽ വെച്ച് സത്യത്തെ ഉൾക്കൊള്ളാൻ കൂട്ടാക്കാത്ത ആളുകളുണ്ടല്ലോ, അവിടെ വെച്ചുകൊണ്ട് അവർ പറയുന്ന വാക്കെന്താണ്? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. അവർ പറയുകയാണ്, അതെ ഞങ്ങൾക്ക് താക്കീതന്മാർ വന്നിരുന്നു, ഈ യാഥാർത്ഥ്യം പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരന്മാർ വന്നിരുന്നു. പക്ഷെ അവരോട് ഞങ്ങൾ സ്വീകരിച്ച നിലപാടെന്താണെന്നറിയുമോ? ഫകദ്ദബനാ, ഞങ്ങൾ അവരെ കളവാക്കുകയാണ് ഉണ്ടായത്. കളവാക്കി എന്ന് മാത്രമല്ല, ഞങ്ങൾ സത്യം പറയാൻ വേണ്ടി വന്ന ആളുകളോട് ഞങ്ങൾ അവരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയുമോ? മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. നിങ്ങൾ പറഞ്ഞതൊന്നും അല്ല ഞങ്ങളോട് പറഞ്ഞതല്ല, അതൊന്നും ഞങ്ങൾക്കല്ല അവതരിച്ചതല്ല. നിങ്ങളൊക്കെ വലിയ വഴികേടിലാണ്, നിങ്ങളൊക്കെ വലിയ വഴിപിഴവിലാണെന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നത്. ലോകത്ത് സത്യം പറഞ്ഞ ആളുകളൊക്കെ കേൾക്കേണ്ടി വന്ന വാക്കാണിത്. അത് അവിടെ വെച്ചുകൊണ്ട് കുറ്റവാളികൾ പറയുകയാണ്. അതാണ് സഹോദരങ്ങളെ അവിടെ വെച്ചുകൊണ്ട് അവർ കരഞ്ഞുകൊണ്ട് പറയുന്നതെന്ന്, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഗീർ. അവരവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ജ്വലിക്കുന്ന നരകാഗ്നിയുടെ ആളുകളായി ഞങ്ങൾ മാറില്ലായിരുന്നല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നാട്ടിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട്, ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നാളെ പരലോകത്തെത്തിയിട്ട് വിലപിച്ചിട്ട് കാര്യമില്ലല്ലോ. ചില ആളുകൾ വിലപിക്കുന്നത് എവിടെ വെച്ചുകൊണ്ടാണെന്നറിയുമോ? ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അവരുടെ വിലാപം തുടങ്ങുകയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എവിടെയാണ് ആ വിലാപം എന്നറിയുമോ? മരണമാകുന്ന നേരത്തെ പറഞ്ഞ യാഥാർത്ഥ്യം വന്നെത്തുമ്പോ അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്നൊരു ഗർഗർ ശബ്ദം കടന്നു വരുമ്പോ അവർ അല്ലാഹുവിനോട് കെഞ്ചി പറയുകയാണ്, എന്റെ ഹത്താ ഇദാ ജാഅ അജലഹും ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. അതേ അല്ല കൃത്യമായി കൊണ്ട് പറയുകയാണ്, നമ്മളാരും പറഞ്ഞതല്ല, റഹ്മാനായ റബ്ബാണ് ഈ പറയുന്നത്. സത്യത്തെ ഉൾക്കൊള്ളാതെ, സത്യത്തെ നെഞ്ചിലേറ്റാതെ, മഹല്ലുകാരെ ഭയപ്പെട്ടുകൊണ്ട്, തറവാടിനെ ഭയപ്പെട്ടുകൊണ്ട്, ഭാര്യയെ ഭയപ്പെട്ടുകൊണ്ട്, ഭർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട്, ആരെയെങ്കിലുമൊക്കെ ഭയപ്പെട്ടുകൊണ്ട് ഹക്കിനെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ, ഹക്ക് സ്വീകരിക്കാതെ ജീവിച്ചു പോയി കഴിഞ്ഞാൽ, അത്തരം ആളുകളതാ മരണത്തെ കണ്ടുമുട്ടുമ്പോ പറയുന്ന വാക്കെന്താണെന്നറിയുമോ? ഖാല റബ്ബിർജിഊൻ. ഞങ്ങളുടെ റബ്ബേ, എന്റെ റബ്ബേ, എന്നെ ഒന്ന് ഒന്നുകൂടി തിരിച്ചയക്കുമോ ഈ ജീവിതത്തിലേക്ക്, എന്റെ ആയുസ്സിലേക്ക് നീ എന്നെ ഒന്നുകൂടി തിരിച്ചയക്കുമോ എന്നാണ്. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ഞാൻ ഉപേക്ഷിച്ചു പോയ ഹക്കിനെ സ്വീകരിക്കാനാണ്, ഞാൻ ഉപേക്ഷ വരുത്തിയ നന്മകളെ നെഞ്ചിലേറ്റാനാണ്. പക്ഷെ റഹ്മാനായ റബ്ബ് പറയുന്ന വാക്കെന്താണെന്നറിയുമോ? കില്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. നീ ഇപ്പോൾ പറഞ്ഞ വാക്കുണ്ടല്ലോ, നീ ഇപ്പോൾ കെഞ്ചിയ ഈ വർത്തമാനമുണ്ടല്ലോ, ഇത് വെറും പൊള്ളയായ വാക്കാണ്, ഇതിന് യാതൊരു സ്ഥാനവുമില്ല കേട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം വിദൂരമല്ല. ഹക്കിനെ ഇപ്പോഴും പഠിക്കാത്ത ആളുകളോട്, ഇന്നേ വരെ കേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ദീനിനെ ഉൾക്കൊണ്ടവരോട്, അതിന്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് ദീനെ മനസ്സിലാക്കാത്തവരോട് സഹോദരങ്ങളെ പറയാനുള്ളത്, സമയം കുറവാണ്, കൂടുതൽ സമയം നമ്മുടെ മുമ്പിലില്ല. നേരത്തെ പറഞ്ഞില്ലേ വിശുദ്ധ റമദാനിനെ കുറിച്ചുകൊണ്ട് പറഞ്ഞതെന്താ? റമദാൻ വന്നെത്തിയപ്പോ നമ്മളൊക്കെ പറഞ്ഞില്ലേ, എപ്പോഴാണ് കഴിഞ്ഞ റമദാൻ കഴിഞ്ഞു പോയത്, എപ്പോഴാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞു പോയത്, എത്ര പെട്ടെന്നാണ് എനിക്ക് 50 വയസ്സായത്, എത്ര പെട്ടെന്നാണ് എനിക്ക് 40 വയസ്സായത് പറഞ്ഞു പോകാറില്ലേ? എത്ര പെട്ടെന്നാണ് എന്റെ മോള് വലുതായത്, എത്ര പെട്ടെന്നാണ് എന്റെ മക്കൾ വലുതായത്. അത്രയും വേഗത്തിലാണ് സമയങ്ങൾ നമ്മുടെ മുന്നിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ
സലഫിൽപ്പെട്ട ഒരു മഹാരഥനായ മനുഷ്യനാണ് മഹാനായ ഇമാം ഹസൻ അൽ ബസരി. അദ്ദേഹത്തിന്റെ വാക്ക് നമുക്ക് കാണാം. അതേ, ഓരോ ദിവസവും നിന്നിലേക്ക് വന്നെടുക്കുമ്പോ ആ ദിവസങ്ങൾ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഞാനൊരു പുതിയ ദിവസമാണ്, അതുകൊണ്ട് പരമാവധി എന്നെ നീ ഉപയോഗപ്പെടുത്തിക്കോ എന്ന് ഓരോ ദിവസവും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്ന് നോക്കാൻ, എന്ത് ആചരിക്കുന്നു എന്ന് നോക്കാൻ, ഏതാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ എന്ന് നോക്കാൻ അല്ലാഹ് 2 മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ നമ്മളോട്? കിറാമാ കാതിബീൻ. ആ മലക്കുകളെ കുറിച്ച് അങ്ങനെയല്ല പറഞ്ഞത്. കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ 2 മലക്കുകൾ നിങ്ങളുടെ മുകളിലുണ്ട്. ആ മലക്കുകളുടെ ഡ്യൂട്ടി എന്താണ്? നിന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളും വീക്ഷിക്കുക എന്നുള്ളതാണ്. ആ മലക്കുകൾ നമ്മളിലുള്ള ഡ്യൂട്ടി അവസാനിക്കുന്നത് എപ്പോഴാണെന്നറിയുമോ? ഞാൻ നേരത്തെ പറഞ്ഞ മരണമുണ്ടല്ലോ, ആ യാഥാർത്ഥ്യം വന്നെത്തുന്നതോടുകൂടി നമ്മുടെ നന്മ തിന്മകളെ രേഖപ്പെടുത്തിയ രേഖയുണ്ടല്ലോ, അത് നമ്മുടെ പിരടിയിൽ വെച്ച് ചാർത്തപ്പെടുന്നതാണ്. നമ്മുടെ പിരടിയിൽ അത് ചാർത്തി തരുന്നതാണ്. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് നമ്മളൊക്കെ പുനരുജ്ജീവിച്ച് കടന്നു വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. എത്രയോ സദസ്സുകളിൽ നമ്മൾ കേട്ട ആയത്തത്. എന്താണ് അല്ലാഹു പറഞ്ഞത്? എല്ലാ മനുഷ്യനും അവന്റെ ശകുനം അവന്റെ കഴുത്തിൽ, അവന്റെ പിരടിയിൽ ഞാൻ ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവന്റെ നന്മതിന്മകൾ അവന്റെ പിരടിയിലുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നാളെ ഖിയാമത്ത് നാളിൽ അവൻ എന്റെ മുന്നിലെത്തുമ്പോൾ അവന്റെ കയ്യിലേക്ക് ഞാനൊരു ഗ്രന്ഥം നൽകും. ആ ഗ്രന്ഥം നൽകുമ്പോ ആ ഗ്രന്ഥം ഏറ്റുവാങ്ങിയ ഓരോ അടിമകൾക്കും എന്ത് ഡ്യൂട്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ടുകളയാനുള്ളതാണോ? എത്ര ഗൗരവമാണ് ഈ വർത്തമാനങ്ങൾ. ഏതാണ് ആ സദസ്സ്? ആരെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്? റിസൾട്ട് എങ്ങാനും പരാജയപ്പെട്ടു പോയ നമ്മുടെ അവസ്ഥ എന്താണ്? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അല്ലാഹ് പറയുന്ന, നീ നിന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കടാ. ഇന്ന് നിന്റെ ഗ്രന്ഥം വായിക്കാൻ നീ തന്നെ മതി, കണക്ക് നോക്കാൻ നീ തന്നെ ധാരാളമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചുകൊണ്ട് പറയാൻ. അവിടെയാണ് ചില ആളുകളെ കയ്യിൽ ഗ്രന്ഥം കിട്ടും പോലും പറയുന്നത്. നേരത്തെ അവിടെ പറഞ്ഞില്ലേ, അതേ ക്രമികളായ ആളുകളുടെ കൈകളിലേക്ക് ഗ്രന്ഥം കിട്ടുമ്പോ അവൻ പറഞ്ഞു പോകുന്ന വാക്കെന്താണെന്നറിയുമോ? മാലിഹാദൽ കിതാബ്, ഇത് എന്തൊരു കിതാബാണ് എന്റെ നാശമേ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതോ വലുതോ ആയ ഒന്നും തന്നെ ഈ ഗ്രന്ഥത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ലല്ലോ എന്റെ നാശമേ. അല്ലാഹ് എന്താ പറയാ? നിങ്ങൾ ചെയ്തതേ അതിലുള്ളൂ, യാതൊരു അക്രമവും ഞാൻ നിങ്ങളോട് ചെയ്യൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നാട്ടിലുള്ള ആളുകളോട് ഇനി ഞാൻ പറയുന്ന വളരെ ചുരുങ്ങിയ സമയത്തിലുള്ള ഏതാനും ചില യാഥാർത്ഥ്യങ്ങൾ സഹോദരങ്ങളെ ശക്തമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ ലോകം എന്ന് പറയുന്നതേ നമ്മളെ ഹൃദയം ഉണ്ടല്ലോ, ആ ഹൃദയം നാളെ ഹഞ്ചറയിലേക്ക് കയറി വരുന്ന സമയമാണ്. എന്താ ഹഞ്ചറ എന്ന് പറഞ്ഞാല്? നമ്മുടെ തൊണ്ടക്കുഴിയാണ്. ഈ തൊണ്ടക്കുഴിയിലേക്ക് നാളെ ഹൃദയം പേടിച്ച് കയറി വരുന്ന സമയമാണ് എന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം ഒരു വചനം ഓതി വെച്ചു. ഈ ആയത്ത് കേൾക്കാത്ത ആരും കൂട്ടത്തിലുണ്ടാവില്ല. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്താണെന്നാണ് ആയത്തിനെ കുറിച്ച് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 281 വചനം. നമ്മളൊക്കെ അത് പഠിച്ചു വെക്കണം, പഠിച്ചിട്ടില്ലെങ്കിൽ. അല്ലാഹു പറഞ്ഞത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. എന്താണ് ആ വചനത്തിൽ നമ്മുടെ റബ്ബ് പറഞ്ഞത്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ?
ثم توفى كل نفس ما كسبت. ഓരോ നഫ്സും അധ്വാനിച്ചതിനുള്ള പ്രതിഫലം നൽകുന്ന വേദിയാണ്. വഹും ലാ യുളമൂൻ. ഒരു ശരീരത്തോടും അല്ലാഹു യാതൊരു അക്രമവും അന്ന് ചെയ്യുകയില്ല. ഖുർആനിൽ അല്ലാഹു 3 രൂപത്തിലാണ് പ്രയോഗിച്ചത്. വലാ യുളമൂന നഖീറാ, വലാ യുളമൂന ഫതീലാ, വലാ യുളമൂൻ എന്നൊക്കെ അല്ലാഹു പറയുന്നത് കാണാം. ഈ നഖീറും ഫതീൽ എന്നൊക്കെ പറഞ്ഞെന്താ? ഈന്തപ്പനക്കുരുവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാ. അതായത് ഈന്തപ്പനക്കുരുവിന്റെ ഒരു നിബുണ്ടാവും, ഒരു കൂർപ്പ് ഭാഗം. ആ കൂർപ്പ് കൊണ്ട് ഇങ്ങനെ ഒരു താഴേക്ക് കുത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയ പുള്ളി കാണാം. ആ പുള്ളിയുടെ അത്ര പോലും നിങ്ങളോട് അക്രമം കാണിക്കൂല എന്ന് പറഞ്ഞത്. ഈന്തപ്പനക്കുരുവിന്റെ നടുവിലൊരു ചാലുണ്ട്. ആ ചാലിൽ നിന്ന് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്താൽ ഒരു നാര് കിട്ടും, അല്ലേ? കണ്ടിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കണം. ഈത്തപ്പഴം തിന്നുമ്പോ ആ നാരിന്റെ അത്ര പോലും നിങ്ങളോട് അല്ലാഹു അക്രമം ചെയ്യില്ല. കാരണം എന്താ? അല്ലാഹു നീതിമാനാണ്. നമ്മൾ ചെയ്തതേ, നമ്മൾ പ്രവർത്തിച്ചതേ, അതിനുള്ള പ്രതിഫലമേ അല്ലാഹു നമ്മൾക്ക് തരികയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടേ ഈ നാട്ടിലുള്ള എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആളുകളും അവരൊക്കെ നാളെ മരണമാകുന്ന ആ സത്യത്തെ കണ്ടുമുട്ടുമ്പോ നമ്മളെ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷകരമായ ദിവസം എപ്പാകണോ? നമ്മൾ മരിക്കണ ദിവസമാകണം. നമ്മുടെ ഭാര്യയുടെ കൂടെ ഫസ്റ്റ് നൈറ്റിൽ നമ്മൾ കഴിച്ചുകൂട്ടിയില്ലേ, അതിനേക്കാൾ ഹാപ്പിയായി. നമ്മുടെ ബിസിനസ് പച്ച പിടിച്ചപ്പോ അന്ന് നമ്മൾ സന്തോഷിച്ചില്ലേ, അതിനേക്കാൾ ഹാപ്പിയായി. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടുകളുടെ കൂടെ യാത്ര പോയില്ലേ, അതിനേക്കാൾ ഹാപ്പിയായി. ഈ ലോകത്ത് നിന്ന് മരണത്തോടെ നമ്മൾക്ക് യാത്ര ചെയ്തു പോകാൻ പറ്റണം. ഞാൻ പറഞ്ഞല്ല, വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം ഫുസ്സിലത്തിന്റെ 30-ാമത്തെ വചനം. ആവേശത്തോടു കൂടി കേട്ടോ, പഠിച്ചോ. കാരണം ഇതില്ലാതെ പോയ പിന്നെ അതിന്റെ അപ്പുറത്ത് നഷ്ട. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താണ് അല്ലാഹു പറഞ്ഞത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. അല്ലാഹു ഈ മരണം വരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്താ പറഞ്ഞത്? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, തീർച്ചയായും എന്റെ റബ്ബ് അല്ലാഹയാണെന്ന് പറയുകയും സുമ്മസ്തഖാമു, എന്നിട്ട് ഇസ്തിഖാമത്തോടെ പതറാതെ വഴുതിപ്പോകാതെ യഥാർത്ഥ വഴിയിൽ നിന്ന് തെന്നിമാറാതെ ആരാണോ മരണം വരെ ആദർശത്തിൽ അടിയുറച്ച് നെഞ്ചൂക്കോടെ പിടിച്ചു നിൽക്കുന്നത്, അല്ലേ, അവരുടെ അടുക്കലേക്ക് നാളെ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ഇറങ്ങി വരുന്നത് എങ്ങനെയാ? 2 കാര്യം പറഞ്ഞിട്ടാ. പേടിക്കണ്ട, ദുഃഖിക്കണ്ട, നിനക്ക് സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്തയുണ്ട്. അത് കിട്ടാനാണ് സഹോദരങ്ങളെ ഈ ആദർശ കൂട്ടായ്മ ഈ കർണാടകയുടെ കേരളത്തിന്റെ ഒക്കെ മണ്ണിൽ ഇങ്ങനെ, അല്ലേ, പ്രതികൂല സാഹചര്യങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടായിട്ടും ഈ രംഗത്ത് ഇങ്ങനെ ഓടി ഇറങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ആയത്ത് തുടർന്ന് പോകങ്ങളെ സമയം കിട്ടുമ്പോൾ സൂറത്ത് ഫുസ്സിലത്തിന്റെ 30-ാമത്തെ വചനമൊക്കെ ഒന്ന് വായിച്ചേ, അതിന്റെ തഫ്സീറൊക്കെ ഒന്ന് വായിക്കണം. നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണം. സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ ദീൻ. എത്രയോ ആളുകൾ ആഗ്രഹിച്ച് കിട്ടാത്തതാ നമുക്ക് തന്നത്. ഒരുപക്ഷെ ഇവിടെ ഈ പ്രഭാഷണം കേൾക്കാൻ ഇന്നിവിടെ വന്നിരുന്ന ആളുകളുടെ ഭാര്യക്ക് ചിലപ്പോൾ ഈ ഹിദായത്ത് കിട്ടിയിട്ടുണ്ടാവില്ല, മാതാപിതാക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, കുടുംബത്തിലെ മറ്റു മെമ്പർമാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ ഇപ്പോഴും ഇല്ലേ ഹക്കും ബാത്തിലും അറിയാതെ ജീവിക്കണമില്ലേ? അള്ളാഹു നമ്മളൊക്കെ തെരഞ്ഞെടുത്തില്ലേ? അതുകൊണ്ട് ഈ ആദർശത്തെ ഇസ്ലാമിന്റെ കുടക്കീഴിലേക്ക് വരാൻ ഭാഗ്യം കിട്ടിയിട്ട് ഞാൻ പറയാറുണ്ട്, എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ 900 നേരത്തെ നൂഹ് നബി പറഞ്ഞില്ലേ, നൂഹ് നബിയെ കുറിച്ച് ഇവിടെ പറഞ്ഞില്ലേ സിറാജിക്ക? എന്താ പറഞ്ഞത്? 950 കൊല്ലം ദഅവത്ത് നടത്തിയ പ്രവാചകൻ, അദ്ദേഹത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്ന ആളുകളിൽ ആരുണ്ടായിരുന്നില്ല? അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ മകനുണ്ടായിരുന്നില്ല. തൗഹീദിന്റെ ധ്വജവാഹകൻ എന്നറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അല്ലദീ വഫാ, കടമകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ ആളാ. അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു, ഒരു സൊസൈറ്റി ആയിരുന്നു ഖുർആൻ പറഞ്ഞു, അല്ലേ?
ആ പ്രവാചകനായ അദ്ദേഹത്തിന്റെ ഉപ്പയെ കുറിച്ച് പറയുന്ന ഭാഗത്ത് എന്താ പറഞ്ഞത്? ആസർ താരിഖ് എന്നും പേരുള്ള മനുഷ്യൻ നാളെ കഴുതപ്പുലിയുടെ രൂപത്തിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളാണ്. മകൻ സ്വർഗത്തിലേക്ക്, പിതാവ് നരകത്തിലേക്ക്. കണ്ടോ? അങ്ങനെയാണ് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപ്പെട്ട ഇളാപ്പയായിരുന്ന, അല്ലെ ഇഷ്ടപ്പെട്ട പിതൃവനായിരുന്ന അബൂ താലിബ് എന്താ പറഞ്ഞത്? എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് 42 കൊല്ലം റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചു. മരിക്കണ സമയത്ത് ഹക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞ വാക്കെന്താ അറിയോ? വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ ലൗലൽ മലാമത ഔ ഹിദാറു മസബ്ബത്തിൻ ലവജദ്തനി സംഹം ബിദാക മുബീനാ. മുഹമ്മദേ, ഈ ആലം ദുനിയാവിൽ ഏറ്റവും ഹക്കായ മതം നിന്റെ മതമാണെന്ന് എനിക്കറിയാം. ഈ ആലം ദുനിയാവിൽ ഏറ്റവും ഹക്കായ, ഏറ്റവും ബെറ്ററായ ദീൻ നിന്റെ മതമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പറയപ്പെട്ട ദീൻ സ്വീകരിച്ച് ഞാനങ്ങ് മരിച്ചു പോയാൽ നാളെ ഇവിടെ എന്നെ കുറിച്ച് ആളുകൾ അപവാദങ്ങൾ പ്രചരിപ്പിക്കും. എന്താ അപവാദം? ഞാൻ കാക്കകാരണവന്മാരുടെ ആദർശത്തെ തള്ളിയവനാണ്, മുൻഗാമികളുടെ ദീനിനെ തള്ളിയവനാണ് എന്ന് പറഞ്ഞ ആളുകളുടെ പരിഹാസത്തെ ഞാൻ ഭയപ്പെടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ഈ രംഗത്ത് നിന്ന് പിന്മാറില്ലായിരുന്നു എന്നാണ്. നമ്മൾ അങ്ങനത്തെ അബൂ താലിബുമാരാകരുത്. ഈ നാട്ടിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നീ ഹക്ക് മനസ്സിലായവനാണോ? നീ ദീനിന്റെ യഥാർത്ഥ വഴി മനസ്സിലാക്കിയവനാണോ? ജാറങ്ങളിലേക്ക് ഇസ്തിഗാസ എന്നുള്ള പേരിലേക്ക് ഞാൻ പോകുന്നത്, നേർച്ച വഴിപാടുകൾ നടത്തുന്നത്, കൂട്ടുപ്രാർത്ഥന നടത്തുന്നത്, സുബഹിക്ക് ഖുനൂത്ത് ഓതുന്നത്, അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന പല പല ബിദ്അത്തുകളും ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടും ആരെയൊക്കെയോ ഭയപ്പെട്ടുകൊണ്ട് വീണ്ടും ഞാൻ ആളുകളെ ഭയന്നുകൊണ്ട് മാറി നിൽക്കുകയാണോ? അബൂ താലിബിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ? അയാൾ നരകത്തിലാ. ഹക്ക് മനസ്സിലായിട്ട് കാര്യമില്ല, അതനുസരിച്ച് ജീവിക്കണം. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, തസ്ദീഖുൻ ബിൽ ജിനാൻ, ഹൃദയം കൊണ്ട് ഈമാനിനെ നീ സത്യപ്പെടുത്തുന്നവനാകണം. ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തിയ പിന്നെ അടുത്ത റൗണ്ട് എന്താണ്? വഇഖറാറും ബിൽ ലിസാൻ, നിന്റെ നാവ് കൊണ്ട് നീ നാലാളെ മുമ്പിൽ അത് പ്രഖ്യാപിക്കണം. അതിന് പേടിയുണ്ടാകരുത്, അതിന് യാതൊരു മറ്റുള്ള ആളുകളുടെ പ്രകോപനങ്ങളെയും ഭീഷണികളെയും ഭയപ്പെടരുത്. അമലും ബിൽ അർക്കാൻ, അതുപോലെ നിന്റെ ജീവിതത്തിൽ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ഇത് ഞാൻ അതിന് സാക്ഷിയാണ്, ഞാൻ അതിന് ഓക്കെയാണ് എന്ന് പറയാനല്ലേ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുന്നൊരു ദിക്റില്ലേ എന്ത്? റളീതു ബില്ലാഹി റബ്ബാ, എന്റെ റബ്ബിനെ കൊണ്ട് ഞാൻ ഇതാ തൃപ്തിപ്പെട്ടവനാണ്. വബിൽ ഇസ്ലാമി ദീനാ, അല്ല എന്നിലേക്ക് നൽകിയ ദീന് കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടവനാണ്. വബി മുഹമ്മദിൻ നബിയാ, മഹാനായ മുഹമ്മദ് മുസ്തഫയെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടവനാണ്. ഇത് നാവ് കൊണ്ട് പറഞ്ഞിട്ട് ഇത് ഹൃദയത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ട് പ്രവർത്തനങ്ങൾ വ്യത്യാസമായി പോയാലോ? ഇത് പറയുന്ന എത്രയെത്ര ആളുകളാണ് സഹോദരങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വിളിക്കാത്തവർ. ഒരു പ്രതിസന്ധി കടന്നു വന്നാൽ വരെ അല്ലാഹ് എന്ന് വിളിക്കാൻ തൗഫീഖില്ലാത്ത ആളുകൾ എത്രയെത്ര ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അവന്റെ ഗ്രന്ഥത്തിൽ ബഹുഭൂരിഭാഗം സ്ഥലങ്ങളിലും പറഞ്ഞതെന്താണ്? നീ കഷ്ടത അനുഭവിക്കുന്നവനാണോ? നീ മനോപ്രയാസങ്ങൾ അനുഭവിക്കുന്നവനാണോ? നിന്റെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ വ്യഥകൾ അനുഭവിക്കുന്നവനാണോ? വിശുദ്ധ ഖുർആൻ അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയുമോ? അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദാ വയക്സിഫു സ്സൂഅ വയജ്അലുകും ഖുലഫാ അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. ഈ വചനം കേൾക്കാത്തവർ നമ്മളിലുണ്ടോ സഹോദരങ്ങളെ? വിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായത്തിന്റെ 62 നമ്മുടെയൊക്കെ വീട്ടിലുള്ള മലയാള പരിഭാഷ എടുത്തു വെച്ചുകൊണ്ട് ഈ ആയത്തിനെ ഓതിക്കൊണ്ടതിന്റെ അർത്ഥമെന്ന് വായിച്ചുകൊണ്ട് ഒരു 2 മിനിറ്റ് ആ ആയത്തിനെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ എന്താണ് എന്റെ റബ്ബായത്തിൽ എന്നോട് പറഞ്ഞത്? പ്രയാസം അനുഭവിക്കുന്നവനെ, കഷ്ടത അനുഭവിക്കുന്നവനെ, ക്യാൻസർ രോഗം അനുഭവിക്കുന്നവനെ, കിഡ്നി രോഗം അനുഭവിക്കുന്നവനെ. സഹോദരങ്ങളെ, എന്റെ വാട്സപ്പിലേക്ക് മിനിഞ്ഞാതൊരു സഹോദരിയുടെ സംശയം ഒരാൾ അയച്ചു തരികയാണ്. എന്താണ് സംശയം എന്നറിയുമോ? ബ്രെയിൻ ട്യൂമറാണ്.
ബ്രെയിൻ ട്യൂമർ ബാധിച്ചുകൊണ്ട് വളരെയധികം പ്രയാസത്തിലാണ്, വെന്റിലേറ്ററിലാണ് ഇപ്പോഴുള്ളത്. ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉസ്താദന്മാർ അത് എഴുതി വിട്ടുകൊടുത്തതാണ്. 1000 വട്ടം നാരിയാ സ്വലാത്ത് എല്ലാവരും ചൊല്ലണേ ഈ സഹോദരിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹിയെ വിളിച്ചുകൊണ്ട് സഹായം തേടണേ ഈ സഹോദരിക്ക് വേണ്ടിയിട്ട്. ഇത് ഞാൻ എന്തിനാ പറഞ്ഞ്? സഹോദരങ്ങളെ, ഒരു പ്രയാസം കടന്നു വരുമ്പോ, ദുരിതങ്ങൾ കടന്നു വന്നപ്പോ പ്രവാചകന്മാർക്കുണ്ടായ അനുഭവങ്ങൾ ഈ നാട്ടിലെ ഉസ്താദന്മാർ സമൂഹത്തെ പഠിപ്പിച്ചില്ല. എന്തുകൊണ്ടാണ് ആ സഹോദരിയുടെ മുന്നിൽ ചെന്നുകൊണ്ട് 14 കൊല്ലത്തോളം ശരീരത്തിൽ വൃണാവൃതമായ മുറിവുള്ള ശരീരത്തോടെ ജീവിച്ചിട്ട് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു വിരലില് ഒരു തീപ്പൊള്ളലേറ്റാൽ എത്ര ദിവസമാണ് വേദന അനുഭവിക്കുന്നത്? നമ്മള് കാലൊന്ന് വെച്ചുകുത്തി നഖമൊന്ന് പോന്നാല് എത്ര ദിവസമാണ് നമ്മൾ വേദനിക്കുന്നത്? ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മുറിവായാൽ എന്തെല്ലാം പ്രയാസങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും കണ്ണൊഴികെ 14 കൊല്ലം ശരീരത്തിൽ രോഗം ബാധിച്ച പ്രവാചകനായിരുന്നു മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. ആ അയ്യൂബ് നബി ആരെ വിളിച്ചതെന്ന് പറഞ്ഞു കൊടുക്കൂല. കുറെ കാലകീലകളും ഇസ്രായേലി കഥകളൊക്കെ ഇങ്ങനെ പാട്ടും പാടി ചില ഉസ്താദന്മാര് പറയും എന്നല്ലാതെ വിശുദ്ധ ഖുർആനിൽ വന്ന ഈ കഥകളെങ്ങാനും നേരാവണ്ണം പോലെ സ്വതസിദ്ധമായ ശൈലിയിലാണ് പറഞ്ഞു കൊടുത്താലേ വയല് കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോൾ ഉസ്താദിനോട് ചോദിക്കും, പിന്നെ ഉസ്താദേ ഇവിടെ നമ്മൾ ഈ വിളിച്ചു തേടുന്ന ജാറം പിന്നെ എന്തിനാ എന്ന് ചോദിക്കും. ഈ മഹാനോട് പിന്നെ തേടുന്നത് എന്തിനാ? പണ്ടവും പടവും അവിടെ കൊണ്ടുപോയി കിണറുകളിൽ സയ്യിദ് മദനിയുടെ ജാറത്തുങ്ങൾ ചെന്ന കാണാൻ ഒരു കിണറ് പണം കൊണ്ടുപോയിടാൻ. അത് പിന്നെ എന്തിനാന്ന് ചോദിക്കൂലേ? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന മഹാനായ പ്രവാചകൻ രോഗം ബാധിച്ചപ്പോ മുൻകഴിഞ്ഞ നബിമാരോട് വിളിച്ചു തേടിയോ? അങ്ങനെ എവിടെങ്കിലും ഖുർആനിലുണ്ടോ? സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ പദ്ധതിയല്ലേ ആ ഗ്രന്ഥം? ജീവിതത്തിന്റെ ചുണ്ടുപലകയല്ലേ ആ ഗ്രന്ഥം? ജീവിതത്തിന്റെ സിലബസ് അല്ലേ ആ ഗ്രന്ഥം? സ്വർഗത്തിലേക്കുള്ള ഹുദയാണെന്നല്ലേ, ഹുദല്ലിന്നാസ് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ആ ഗ്രന്ഥത്തിൽ എവിടെയാണ് നമുക്ക് മാർഗദർശികളായി അല്ലാഹ് പഠിപ്പിച്ചു തന്ന് അവരൊക്കെ സന്മാർഗത്തിലാണ്, അവരൊക്കെ സ്വർഗത്തിലാണ്, അവരെ പിൻപറ്റിയവരെല്ലാവരും ഹിദായത്തിലാണെന്ന് പറഞ്ഞ ആ പ്രവാചകന്മാരിൽപ്പെട്ടത് അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗം വന്ന് 14 കൊല്ലം കഴിച്ചു കൂട്ടിയിട്ടും അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? അതെന്താ ഈ സമൂഹത്തെ പഠിപ്പിക്കാത്തത്? അത് പഠിപ്പിക്കാനാണ് ഞങ്ങള്. നിങ്ങളില്ലെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് ഞങ്ങൾ നേരത്തെ KT സിറാജ് പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, ഇതാണ് ആദ്യവും അവസാനവും ഞങ്ങൾക്ക് സമൂഹത്തോട് പറയാനുള്ളത്. എന്താണ് അയ്യൂബ് നബി പറഞ്ഞത്? സയ്യിദ് മദനിയുടെ ജാറത്തിലേക്ക് പോകുന്ന സഹോദരി, അതുപോലെ തന്നെയുള്ള മക്ബറകളിലേക്ക് കടന്നു പോകുന്ന സഹോദര, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രയാസങ്ങളുടെ അതീവ ഗുരുതരമായ അവസ്ഥയിലും നമുക്ക് മാതൃകയായ പ്രവാചകന്മാർ വിളിച്ചത്. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين. അല്ലേ? അല്ലാഹുവേ, നീ റഹ്മാനാണ്, റഹീമാണ്. അതേ അയ്യൂബ് നബിയെ, അയ്യൂബ് നബി ഇതാ എനിക്ക് രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് വിളിച്ചു തേടുകയാണ്. പക്ഷെ ഈ സമൂഹത്തെ പല പുസ്തകങ്ങളിലൂടെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ സമസ്തക്കാരും അംഗീകരിക്കുന്ന ഒരു ബുക്കാണ്. ഇതിന്റെ പേരാണ് CM സ്മരണിക. CM മടവൂരിന്റെ മൗലൂദ് പറയുന്ന പുസ്തക. ഈ CM മടവൂരിനെ കുറിച്ച് പറയുന്ന പുസ്തകത്തിന്റെ 39ാമത്തെ പേജിൽ ഇപ്പോഴും കിട്ടും. തിരുത്തിയിട്ടില്ലത്. നിലയിൽ വെച്ചത് എന്താ അറിയോ? മഹാന്മാരെ കുറിച്ച് എഴുതി വെച്ചത് അള്ളാഹു കേൾക്കുന്നത് പോലെ മഹാന്മാർ കേൾക്കുമെന്നാണ്. അള്ളാഹു കേൾക്കണ പോലെ, ആ പോലെയാണ് നമ്മളെ പ്രശ്നം, അല്ലേ? അതുപോലെ അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കും, അതുപോലെ തന്നെ അള്ളാഹു കാണുന്നത് പോലെ കാണും എന്നതിൽ എഴുതി വെച്ച് ആർക്കെങ്കിലും ഇത് നിഷേധിക്കാൻ കഴിയുമെങ്കിൽ ഇപ്പൊ കയറി വരാ രേഖത ഒറിജിനൽ രേഖയാണ്. ഇനിയും ആ കൂടാരത്തിൽ പരലോകത്തെ ഭയമുള്ളിൽ നിൽക്കാൻ പറ്റും? പിന്നെ എന്താ അള്ളാന്റെ റോള്? അള്ളാനെ പോലെ കേൾക്കും, കാണും, അറിയും, പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ സഹോദര, ഇനി എവിടെയാ ശിർക്ക് തെരഞ്ഞു പോകേണ്ടത്? ഇനി എവിടെയാ നിങ്ങൾക്ക് ശിർക്ക് കാണിച്ചു തരേണ്ടത്? എത്ര ഗൗരവമാണ് ഈ പറഞ്ഞത്. ഇപ്പൊ കൊടുത്ത കഴിവൊക്കെ പോയി. ഇനി കൊടുത്ത കഴിവാണെങ്കിലും അള്ളാനെ പോലത്തെ കഴിവ് ഒരു സെക്കൻഡ് നേരത്തേക്ക് അള്ളാർക്കേലും കൊടുക്കുവോ? കൊടുത്തിട്ടുണ്ടോ? ഇല്ല സഹോദരങ്ങളെ.
ഇതൊക്കെ ആരെ പറയണതറിയോ? ഈ സമൂഹത്തിൽ വലിയ പണ്ഡിത വേഷധാരികളായ ആളുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ പരിചയമുള്ള ഒരാൾ, നമ്മളെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. അദ്ദേഹം പറയാണ്, ഈ പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെ മുജാഹിദുകൾ ഞങ്ങളെ മേലെ കെട്ടിവെച്ച കാര്യമാണ്. ഞങ്ങളാരും പ്രാർത്ഥിക്കലില്ല. ഞങ്ങളാരും പ്രാർത്ഥിക്കലില്ലെങ്കിലേ അത് നേരെ ചെന്ന് പേരോട് ഉസ്താദ് പറഞ്ഞു കൊടുക്കേണ്ടത് ആരോടാ? നിങ്ങളെ കൂടാരത്തിൽ ഇപ്പോഴുള്ള നമ്മളെ അതേ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ് ഫത്താവ മുഹിയ സുന്ന. എല്ലാ എ പിക്കാരെ വീട്ടിലുണ്ടാവും, എല്ലാ എ പി സംസ്ഥക്കാരെ വീട്ടിലും ഇതുണ്ടാവും, ഫത്താവ മുഹിയ സുന്ന. അതിൽ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങള്, മൂന്നാമത്തെ ചോദ്യം എന്താ അറിയോ? മുഹിയുദ്ദീൻ ശേഖ് രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? മുഹിയുദ്ദീൻ ശേഖ് അള്ളാന്റെ കേവലം ഒരു സിട്ടിയാണ്. ആ മുഹിയുദ്ദീൻ ശേഖ് എന്ന് പറയുന്ന പടപ്പ് ഇനി ദുനിയാവിൽ ജീവിച്ചില്ല വിചാരിക്കുക, നമ്മളെ വിശ്വാസത്തെ ബാധിക്കും. മുഹിയുദ്ദീൻ ശേഖ് എന്ന് പറയുന്ന മഹാനവറുകൾ ലോകത്ത് ജനിച്ചില്ല വിചാരിക്കുക, എന്തേ നമുക്ക് സ്വർഗം കിട്ടാതിരിക്കോ? അദ്ദേഹം ഒരു അടിമ, ഒരു കേവലം ഒരു പണ്ഡിതൻ, അതിന്റെ അപ്പുറത്ത് ആരുമല്ല. അദ്ദേഹം ലോകത്തിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്ത പണ്ഡിതനാണ്, ലാ ശക്ക ഫീ, അതിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തോട് വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയാണോ? അദ്ദേഹം പറഞ്ഞെന്താ? പ്രാർത്ഥിക്കൽ എന്നുള്ളത് പാടില്ല എന്നാണോ? അല്ല, പ്രാർത്ഥിക്കൽ അനുവദനീയമാണ്. അതിന് ഖുർആനിലും സുന്നത്തിലും തെളിവുണ്ട്. അങ്ങനെ തെളിവുണ്ട് എന്ന് പറഞ്ഞ് കൊട്ടപ്പുറത്ത് ആദ്യമായി കൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളയല്ലാത്തവരോട് വിളിച്ചു തേടാൻ തെളിവുണ്ടെന്ന് വിളിച്ചു, അതെ, വലിയൊരു കളവ് ഈ കേരളത്തിന്റെ മണ്ണിൽ പൊട്ടിച്ചൊരു മഹാനാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഉസ്താദാണ്. ഇനി മാത്രമല്ല, ഞാന് ഇത് നോക്ക് നിങ്ങള്, ഇത് കൊട്ടപ്പുറം സംവാദം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്, ON തരുവണ എഴുതിയതാണ്. ഈ പുസ്തകത്തിലും ഈ സമൂഹത്തെ ഇവർ പഠിപ്പിക്കുന്നത് എന്താണ്? അതെ, അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ, കണ്ടോ, അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണമായി ഖുർആനിൽ ഒരു തെളിവ് കാണിക്കണമെന്നായിരുന്നു മൗലവിമാരുടെ അടുത്ത വാശി. കൊട്ടപ്പുറം സംവാദത്തെ കുറിച്ച് ON തരുവണ അതിൽ അനുഭവങ്ങൾ എഴുതിയതാ. മൗലവിമാരുടെ വാശി എന്തായിരുന്നു? അല്ലല്ലാത്തവരോട് തേടാൻ, വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ? അതായിരുന്നു മൗലവിമാരുടെ അടുത്ത വാശി. അതിന് ബാക്കി പറയണ എന്താ നിങ്ങള്? തീർന്നില്ല. മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാം, അതിന് ഖുർആൻ കൊണ്ട് തന്നെ AP സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവിമാർ മുഖം കുത്തി. മരിച്ചു പോയവരോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് അതേ AP സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവിമാർ മുഖം കുത്തി എന്നാണ്. കണ്ടോ, ഈ പച്ചയായ ശിർക്കിലേക്കാണ് സഹോദരങ്ങളെ ഈ സമൂഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഖുർആനിലെ തെളിവേടെ ഞങ്ങൾ ചോദിക്കണം. നിങ്ങൾ ഓതുന്ന തലയും വാലും ഇല്ലാത്ത ഏതെങ്കിലും ചില വചനങ്ങൾ ഓതിയിട്ട് മുൻഗാമികൾ അതിന് വെക്കാത്ത അർത്ഥം വെച്ചത് തെളിവാകുമോ? ഇപ്പൊ ചില ആൾക്കാർ പറയലില്ലേ, സുന്നികൾ വയൽ വെച്ചാൽ ഓതുന്നത് ഖുർആനാണ്, മുജാഹിദുകൾ വയൽ വെച്ചാൽ ഓതുന്നത് ഖുർആനാണ്, തബ്ലീഗ് ജമാഅത്തുകാരും ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷേ അതിൽ നിന്ന് സലഫികളായ ഞങ്ങൾ വ്യത്യസ്തരാക്കുന്നത് എവിടെയാണ്? ഞങ്ങൾ ഖുർആനും ഹദീസും ഓതുന്നുണ്ടെങ്കിൽ ആ ഖുർആനിനെയും ആ ഹദീസിനെയും മുൻഗാമികളായ ഉത്തമ തലമുറയാകുന്ന സലഫുകള് അതിനെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് നോക്കിയിട്ട് ഞങ്ങൾ അതിനെ കുറിച്ച് പറയാം. അപ്പൊ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാര് കൊട്ടപ്പുറത്ത് വെച്ച് ഓതിയ വസ്അൽ മൻ അർസല എന്നുള്ള സുഹ്റുഫിലെ ആയത്ത് ഏത് പണ്ഡിതനാണ്, ഏത് സഹാബിയാണ്, ഏത് താബിഈയാണ്, ഏത് തബഉ താബിഈങ്ങളാണ് മരിച്ച് മൺമറഞ്ഞു പോയവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവ് ഇത്ര വരെ ചോദിച്ചു. കേരളക്കരയിൽ ഇന്ന് സമസ്തക്കാർ അംഗീകരിക്കുന്ന മലയാള ഖുർആൻ പരിഭാഷയിൽ പോലും, കന്നഡയിലുള്ള പരിഭാഷകളിൽ പോലും അവരുടെ മുൻഗാമികൾ എഴുതി വെച്ചിട്ടില്ല. ഈ ഉസ്താദന്മാർ പോലും എഴുതി വെച്ചിട്ടില്ല. ഇത് മരിച്ചവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവാണ്. ഇന്നും അത് ദുർവ്യാഖ്യാനമായി ഇവിടെ നിലനിൽക്കുകയാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, പാശ്ചാത്തപിച്ചാൽ അദ്ദേഹത്തിന് നന്നു. കാരണം അദ്ദേഹത്തിന്റെ ആ ദുർവ്യാഖ്യാനം കാരണം ഒരുപാട് ആളുകൾ പിഴച്ചു പോയിട്ടുണ്ട്. അവിടെയാണ് ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വരുന്നത്. വലിയ പ്രതിസന്ധിയുടെ മുനമ്പിൽ ചെന്ന് നിന്നപ്പോഴും എന്തുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം അല്ലാത്തവരെ വിളിച്ചില്ല? മൂസാ നബിക്ക് ഇനി എന്ത് പ്രതിസന്ധി വരാനുള്ളത്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിന്റെ മുമ്പിലല്ലേ ചെന്നുപെട്ടത്? ആ ചെങ്കടലിന്റെ മുമ്പിൽ പെട്ടപ്പോ ചുറ്റും ഫിർഔനിന്റെ പട വാളുമേന്തി ആയുധങ്ങളുമേറി കൊല്ലാൻ വരില്ലേ? കൂടെയുള്ള ആളുകളെ ധൈര്യം കൊടുക്കേണ്ട ആളുകളൊക്കെ പറഞ്ഞെന്താ? ഇസ്രായേലർ പറഞ്ഞില്ലേ, നമ്മളിതാ പിടിക്കപ്പെട്ടല്ലോ മൂസ.
ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താണെന്നറിയുമോ? ആ മൂസാ നബി ഉള്ള ആദർശത്തിലാണ് സലഫികൾ ഉള്ളത്. ആ മൂസാ നബി നിന്ന ആദർശത്തിലാണ് ഞങ്ങൾ ഉള്ളത്. മരണം വരെ അതിലേ ഉണ്ടാവുകയുള്ളൂ. മൂസാ നബി പറഞ്ഞത് എന്താണെന്നറിയുമോ? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ അതെ കല്ലാ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ കല്ലാ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. നിങ്ങൾ പറഞ്ഞതുപോലെയല്ല കാര്യം, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടെ പ്രഖ്യാപിച്ചു. കേട്ടിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി, ഇതൊക്കെ ആരോട് പറയാനാണ്? ഇതൊക്കെ ആർക്ക് വേണ്ടിയാ ഖുർആൻ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായ ഹദീസുകളിൽ ആർക്ക് വേണ്ടി പറഞ്ഞു? ഏത്? ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിൽ എറിയാൻ കൊണ്ടുവന്ന ചെങ്ങലയിൽ കെട്ടി നിർത്തിയില്ലേ? വളരെ ചെറിയ പ്രായ, 18 19. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അദ്ദേഹം തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ ഇങ്ങനെ ആളിക്കത്തുന്ന സ്പാർക്കുകൾ പൊന്നുന്ന തീക്കുണ്ടാരത്തിന്റെ മുമ്പിൽ എത്തിയപ്പോ അല്ലെ ജിബ്രീൽ വന്ന് ചോദിച്ചില്ലേ, എന്റെ ചിറക് കൊണ്ട് ഇബ്രാഹിം ഞാൻ ഈ തീനെ കെടുത്തി തരട്ടെ? ഇബ്രാഹിം നബി അവിടെ ജിബ്രീലിനോട് പോലും സഹായം തേടിയില്ല. ജിബ്രീലിനോടൊന്ന് എന്നാ പിന്നെ അത് എളുപ്പമായിക്കോട്ടെ എന്നല്ല പറഞ്ഞത്. എനിക്ക് വേണ്ടതില്ല, എനിക്ക് ആവശ്യമില്ല. ആ റസൂൽ പറഞ്ഞില്ലേ, സഹാബികളായ ആളുകൾ തന്റെ ഒട്ടകപ്പുറത്തിരിക്കുമ്പോ താഴെ വീണ ചാട്ടവാറൊന്ന് എടുത്തു തരുമോ എന്നൊക്കെ സഹാബികളെ ചോദിക്കലില്ല. അത്ര വരെ മറ്റുള്ളവരെ എന്താ പറയാ ആശ്രയിച്ച് ജീവിക്കുന്നതിന് നിരാകരിച്ച മതമാണ് ഇസ്ലാം. തെറ്റായത് കൊണ്ടല്ല, അത്ര സൂക്ഷ്മത ഉണ്ടായിരുന്നു. എന്നിട്ടല്ല മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു തേടല്. ആ ഇബ്രാഹിം നബിയോട് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, എനിക്ക് താങ്കളുടെ സഹായം ആവശ്യമില്ല. ധിക്കാരം കൊണ്ട് പറഞ്ഞു, നല്ല സ്നേഹത്തോടെ തന്നെ പറഞ്ഞു. ആ സമയത്ത് ജിബ്രീൽ ചോദിച്ചു, എന്ത് ധൈര്യമാണ് നിങ്ങൾക്ക് ഇതിന് കാരണം? അദ്ദേഹം പറഞ്ഞു, എന്നെ പറഞ്ഞയച്ച റബ്ബ് ഈ തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ എന്നെ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്റെ റബ്ബിന് കഴിയും. അവിടെയാണ് അദ്ദേഹം പറഞ്ഞത്, ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ. എനിക്കെന്റെ റബ്ബ് മതി, ഭരമേൽപ്പിക്കാൻ അവൻ മതിയായവനാണ്. പിന്നെ എപ്പോഴാണ് ഈ സയ്യിദ് മദിനൊക്കെ കടന്നു വന്ന് നമ്മളടുത്തേക്ക്? പിന്നെ എപ്പോഴാണ് ഈ ഭീമാ ഉമ്മിച്ചയും ബദരീങ്ങളും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരൊക്കെ ഇത്തരം പ്രാർത്ഥനകൾക്കിടയിൽ കടന്നു വന്നത്? സഹോദരങ്ങളെ, മഹാരഥന്മാരായ സഹാബികളെ ജീവിതത്തെ കുറിച്ച് കൊണ്ട് പറയുന്നുണ്ട്, അൽ അംറു ബിൽ ഇത്തിബാ വനഹ്യു അനിൽ ഇബ്തിദാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമ്മുടെ സമസ്തക്കാരായ APEK സമസ്തക്കാരൊക്കെ അംഗീകരിക്കുന്ന ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥാണിത്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ 139-ാമത്തെ പേജിൽ അൽ അംറു ബിൽ ഇത്തിബായിൽ ആരെങ്കിലും നിഷേധിക്കേണ്ട ഓൽക്ക് ഉപ്പകട് കയറി വരാം, ധൈര്യത്തോടെ കൈകൾ തരും. എന്നിട്ട് നിങ്ങൾ ഉസ്താദുമാരോട് നിങ്ങൾ ചോദിക്കണം, എന്താണ് ഇതിൽ പറയുന്നത്? അതെ, വസ്സഹാബത്തു റളിയല്ലാഹു അൻഹും വഖദ് അജ്ദബു ബർറാത്ത് വദഹ്മതുഹും അൻ-നവായിബ് ബഅദ മൗതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹല്ല ജാഉ വസ്തസ്ഖൗ അവ ഇസ്തഗാസു ഇൻദ ഖബ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ അക്രമുൽ ഖൽഖു അലല്ലാഹി അസ്സ വജൽ. ദാ ഈ വരിയാണ്. എന്താണ് ഈ പറഞ്ഞത്? ഇതിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇതിനെതിരായിട്ട് വല്ല ഉണ്ടോ? നിങ്ങൾ വായിക്കി. എന്റെ ഈ സംസാരത്തെ കേൾക്കുന്ന സമസ്തക്കാരുണ്ടോ? അൽ അംറു ബിൽ ഇത്തിബാഇന്റെ 139-ാമത്തെ പേജിൽ ഇങ്ങനല്ലേ? ഞാൻ ഗ്രന്ഥത്തിന്റെ പേരും പേജ് നമ്പർ പറഞ്ഞെന്ത് ഞങ്ങൾക്ക് പരിശോധിക്കാനാണ്. എന്താ ഈ പറഞ്ഞത്? അതേ ഇമാം സുയൂത്തി പറയുകയാണ്, സഹാബ റളിയല്ലാഹു അൻഹും അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? അല്ലേ, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിദായത്ത് സിദ്ധിച്ചവരാണ്. ആരാണോ സഹാബികളെ വഴി സ്വീകരിക്കുന്നത് അവർ ഹിദായത്ത് സിദ്ധിച്ചവരാണ്. ഫഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്. ആ സഹാബത്തിന്റെ വഴി വിട്ടുപോകുന്നവർ ആരാണോ അവർ കക്ഷി മാത്സര്യത്തിന്റെ റൂട്ട് തിരഞ്ഞെടുത്തവരാണ്. എത്ര മദ്ഹ സഹാബികളെ കുറിച്ച് റസൂൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആർക്കെങ്കിലും സ്വർഗത്തിന്റെ പാത വേണോ, എന്റെ സഹാബികളെ പാത പിൻപറ്റിക്കൂടി എന്ന് പറഞ്ഞത്. കാരണം അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ സാമീപ്യത്തിന് വേണ്ടി അള്ളാഹ് തിരഞ്ഞെടുത്ത മഹാന്മാരാണ്, സ്വർഗത്തിൽ മുൻപന്തിയിലുള്ളവരാണ്. അസ്റത്തുൽ മുബശ്ശരീനിൽ അവരുടെ കൂട്ടത്തിലാണ്. ബിലാലുമാരും അമ്മാറുമാരും അവരിലാണ്. ത്യാഗോജ്വലമായ അല്ലെ ജിഹാദിന്റെ വേദികളിൽ, അതുപോലെ തന്നെ യുദ്ധങ്ങളിൽ, ദഅവത്തിന്റെ മാർഗങ്ങളിൽ കടന്നുപോയ മഹാരഥന്മാർ അവരുടെ കൂട്ടത്തിലാണ്.
ഓലെ ചരിത്രങ്ങളൊക്കെ എത്ര പ്രാവശ്യം കേട്ട ആൾക്കാരാണ്. ആ സഹാബികളെ കുറിച്ച് പറയാണ്, അതെ എന്താ പറയണത്, വഖദ് അജ്ദബു മറാത്ത്, അവർക്ക് എത്ര പ്രയാസങ്ങൾ പല പ്രാവശ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷം എന്തെല്ലാം കഷ്ടപ്പാടുകൾ അവർക്ക് കടന്നു വന്നിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലശേഷം വന്നിട്ടുണ്ട്. വരൾച്ച വന്നിട്ടില്ലേ, രോഗം വന്നിട്ടില്ലേ, പകർച്ചവ്യാധികൾ വന്നിട്ടില്ലേ, പട്ടിണികൾ വന്നിട്ടില്ലേ. എന്നിട്ട് അതേ ഇമാം സുയൂത്തി പറയുകയാണ്, ഫഹല്ല ജാഉ, അവർ എന്തുകൊണ്ട് വന്നില്ല, വസ്തസ്ഖൗ, അവർ എന്തുകൊണ്ട് മഴയ്ക്ക് വേണ്ടി തേടിയില്ല, അവിസ്തഗാസു ഇൻദ ഖബരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിൽ വന്ന് പ്രയാസമുണ്ടായപ്പോൾ അവർ എന്തുകൊണ്ട് തേടിയില്ല. എന്നിട്ട് അദ്ദേഹം പറയണ അങ്ങനെ അറിയങ്ങളെ, വഹുവ അക്രമു ഖൽഖുല്ലാഹി അലല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ആദരണീയനല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എന്തുകൊണ്ട് ആ ഖബറിന്റെ അരികിൽ ഒരു പോയില്ല? പിന്നെ നമ്മളെ സമസ്തക്കാരായ ആളുകൾ കൊണ്ടുവരുന്ന തെളിവുകളെ, സഹോദരങ്ങളെ, മുൻഗാമികളായ ആളുകൾ അതിലേക്ക് പെടരുത് എന്ന് പറഞ്ഞ് കിതാബുകളെ രേഖപ്പെടുത്തിയ കള്ളക്കഥകളും അതുപോലെ തന്നെയുള്ള സനദില്ലാത്ത കഥകളും കൊണ്ടുവന്നിട്ടാണോ ഈ ഉമ്മത്തിന്റെ അഖീദയെ നിങ്ങൾ പിഴപ്പിക്കുന്നത്? അല്ല സമസ്തക്കാർ, നിങ്ങൾക്ക് എങ്ങനെ കഴിയും അല്ലെങ്കിലും ഈ പറയപ്പെട്ട സനദില്ലാത്ത കഥകൾ കൊണ്ടുവരാൻ? കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം പൂർത്തിയാകണമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടനവധി പരമ്പരയിലൂടെ കടന്നു വന്ന സനദുള്ള ഹദീസുകളും അതുപോലെയുള്ള തെളിവുകളും വേണ്ടേ? അതല്ല നിങ്ങൾ അശ്അരി അഖീദയുടെ പ്രത്യേകത. ഓല അഖീദ അശ്അരി ഇമാമിന്റെ അഖീദയാണെന്നാണ് അവർ പറയുന്നത്. അശ്അരി അഖീദയുടെ പ്രത്യേകത എന്താണ്? വിവിധ ത്വരീഖത്തുകൾ, വിവിധ വഴികളിലൂടെ കടന്നു വന്ന, ഒട്ടനവധി വഴികളിലൂടെ കടന്നു വന്ന ഹദീസുകളെ തെളിവിന് പറ്റുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനത്തെ തെളിവുകളാണോ ഇന്ന് ഓരോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല. ഏതോ ഒരു ഔലിയ ഇന്ന സ്ഥലത്തേക്ക് പോയപ്പോ കിട്ടിയ കറാമത്ത് അല്ലെ, ഇന്ന ഹോജ പറഞ്ഞിരിക്കുന്നു, ഇന്ന മഹാൻ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനത്തെ തെളിവുകളൊക്കെയാണ് ഇന്ന് അഖീദ സ്ഥാപിക്കാൻ. അതൊന്നുമല്ല രസം. നമ്മളെ കേരളത്തിൽ അറിയപ്പെട്ട ഒരു പ്രഭാഷകനാണല്ലോ അമ്പലക്കടവ് പൈസി. കേൾക്കാത്താരുണ്ടാവില്ല. ആ അമ്പലക്കടവ് പൈസയോട് ചോദിച്ചില്ലേ, അള്ളയോട് പ്രാർത്ഥിക്കലാണോ നല്ലത്, മഹാന്മാരോട് പ്രാർത്ഥിക്കലാണോ നല്ലത്? ആ ക്ലിപ്പ് കേൾക്കത്തൊരു കൂട്ടത്തിലുണ്ടാവില്ല. എന്റെ സമസ്തക്കാരായ സഹോദരിമാരെ, സഹോദരങ്ങളെ, ആ കൂടാരത്ത് നിങ്ങൾ മടങ്ങിക്കോ. അത് മുങ്ങിക്കൊണ്ടിരിക്കണ കപ്പല. നിങ്ങൾ കേറിക്കോ സലഫികളുടെ കപ്പലിലേക്ക്, നൂഹ് നബിയുടെ കപ്പലിലേക്ക്. അത് നിങ്ങൾ പരിഹസിച്ചാലില്ലെങ്കിലും ഞങ്ങളത് തുറന്നു പറയാൻ. മനസ്സിലായോ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവിടെ അമ്പലക്കടവ് പൈസ പറയേണ്ടത് എന്തായിരുന്നു? തേടിയാൽ ഏറ്റവും നല്ലത് അള്ളയല്ലേ. കാരണം അല്ല എന്ന് പറഞ്ഞ ആരാണ്? അല്ലെ, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന, എല്ലാറ്റിനും കഴിവുള്ളവരല്ലേ. ഇബ്രാഹിം നബിനെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ, മൂസാ നബിയെ ചെങ്കടലിന്റെ മുമ്പ് രക്ഷപ്പെടുത്തിയ, അയ്യൂബ് നബിയുടെ രോഗം മാറ്റിയ, സക്കരിയ നബിക്ക് വാർദ്ധക്യ സമയത്ത് കുട്ടിയെ നൽകിയ, ഇങ്ങനൊക്കെ പറഞ്ഞ് ഉത്തരം പറയേണ്ടതിന് പകരം അദ്ദേഹം പറഞ്ഞ എന്താ? അദ്ദേഹം ചോദിക്കണേ, ഒരു ബെൻസ് കാറിൽ ഒരാൾ പോകാൻ, ഒരു KSRTC ഒരാൾ പോകാൻ, അല്ലെ, ആ KSRTC പോകുന്നതാണോ ബെൻസ് കാറിൽ പോകുന്നതാണോ ലക്ഷ്യസ്ഥാനത്തേക്ക് എളുപ്പത്തിയ? ഈ ബെൻസ് കാർ ആരറിയോ? ഔലിയാക്കന്മാര്. ഈ KSRTC ആരാരെങ്ങള്? അല്ല. എത്തിയ കാണാ. ചിലപ്പോ വഴി നിൽക്കും, കൂടുതൽ ആൾക്കാർ ഉന്തണ്ടേരും, ചക്രം മാറ്റേണ്ടേരും, അല്ലേ? അങ്ങനത്തെ പ്രശ്നമുള്ളൊരു സാധനമാണ് ഈ KSRTC. ശരി, അതിൽ പോണത് പോലെയാണ് അത്ര അള്ളയോട് തേടൽ. കണ്ടോ നിങ്ങള്? ഈ സമൂഹത്തെ അള്ളാഹുവിൽ നിന്ന് ഇവർ അകറ്റിയോ ഇല്ലേ? നിങ്ങൾ പറയൂ, എത്ര ഗൗരവമായ കാര്യങ്ങളാണ് ഈ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ മനസ്സിലുള്ള സകല ആരാധ്യന്മാരെയും വിട്ട് മണ്ണടിഞ്ഞു പോയവരോട് ചിലപ്പോൾ കേട്ടാലോ, നിങ്ങൾ ചോദിച്ചോക്കണി, നിങ്ങൾക്ക് പരിചയമുള്ള ഈ പള്ളിയിലെ ഉസ്താദിനോട് ചോദിക്കേ, ഉസ്താദ് അല്ലാത്തവരോട് വിളിച്ചു തേടുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താ? നിർബന്ധമാണോ? ഇനിയിപ്പോ അത് ചെയ്തില്ലെങ്കിൽ നരകത്ത് പോകുമോ? ചോദിക്കേ. ഓര് പറയും നരകത്തിലൊന്നും പോകൂല. നിർബന്ധാണോ? നിർബന്ധമൊന്നുമല്ല. സുന്നത്താണോ? സുന്നത്തൊന്നുമല്ല. പിന്നെയോ, അതൊരു അനുവദിക്കപ്പെട്ട കാര്യം. ഏതുപോലെ? കട്ടൻ ചായ കുടിക്കണ പോലെ. ചായ കുടിക്കൽ അനുവദനീയാണ്. ഇനി ഒരാൾ കുടിച്ചില്ല കുഴപ്പമുണ്ടോ? ഇല്ല. KSRTC ബസ് കയറുന്ന പോലെ കേറിയാലോ കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി ഒരാൾ കേറി കുഴപ്പമുണ്ടോ? ഇല്ല. ഇതേപോലെയാണ് അത്ര അല്ല. അതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് മുഖാമുഖങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാണോ? നിങ്ങൾ നാളെ ആലോചിച്ചോക്കണേ, നാളെ പരലോകത്തെ സലഫികളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടുക, സമസ്തക്കാർ ഇങ്ങനെ അള്ള കൊണ്ടുവല്ലോ. അപ്പൊ അള്ള ചോദിക്കുകയാണ്, അള്ളാഹുവിനോട് മാത്രം തേടിയ സലഫികൾ എവിടെയാണ്? അപ്പൊ നമ്മളിങ്ങനെ ചെല്ലും, അള്ളാഹോട് മാത്രം തേടിയ നമ്മള്, നീ എന്തുകൊണ്ട് മഹാന്മാരോട് തേടിയില്ല എന്നുള്ള ചോദിക്കോ? ഇല്ല, അതിനനുവദിക്കപ്പെട്ട കാര്യം. അത് ഞാൻ ചെയ്തില്ല എന്നുള്ളൂ. പഠിച്ചോനെ,
ഈ നാളെ പരലോകത്തിൽ അള്ളാഹ് പറയാണ്, അല്ലാഹു അല്ലാത്തവരോട് തേടുന്നത് ശിർക്കാണ്, അത് തെറ്റാണ്. മഹാന്മാരായ അമ്പിയാക്കന്മാരൊക്കെ റബ്ബിനോടാണ് തേടിയത്. അതുകൊണ്ട് അല്ലാഹ് അല്ലാത്തവരോട് തേടിയ ആളുകൾ എവിടെയെന്ന് അള്ളാഹ് ചോദിക്കുമ്പോ എന്തായിരിക്കും അല്ലാഹ് അല്ലാത്തവരോട് തേടിയ ആൾക്കാരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിങ്ങൾ. അതുകൊണ്ട് ഈ അനുവദിക്കപ്പെട്ട കാര്യത്തിന് വേണ്ടി മാത്രമാണോ മഹാന്മാരോട് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്? എത്രത്തോളം അറിയോ? അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ വിട്ടോളി. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, മക്കയിലെ 13 കൊല്ലം അള്ളാഹുവിന്റെ റസൂല് കാര്യമായി ഉപയോഗിച്ചത് എന്തിനാണ്? നിങ്ങൾ ലാത്തയെ കൊടുത്ത കഴിവെന്ന് വിളിച്ചോളെന്ന് പറയാനാണോ? നമ്മളെ നാട്ടിൽ കൊടുത്ത കഴിവിന്റെ താരിഫ് കൊണ്ടുവരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. എവിടുന്ന പോൽക്ക് അത് കിട്ടിയത് നിങ്ങൾക്ക്? നിങ്ങൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്നത് പരിശോധിച്ച് നോക്കണം. നമ്മളെ നാട്ടിലെ ആളുകൾക്ക് ഈ കൊടുത്ത കഴിവിൽ നിന്ന് തേടിയാൽ ഉത്തരം കിട്ടും. അത് ശിർക്കല്ല, അത് റബ്ബാണെന്ന് വിശ്വസിക്കാതെ തേടിയാൽ അത് ശിർക്കല്ല എന്നുള്ള ഈ വാദം അവർക്ക് കിട്ടിയത് എവിടുന്നാന്ന് ചോദിച്ചാൽ അത് മറ്റുള്ള എവിടുന്നല്ല, ശിയാക്കളിൽ നിന്നാണ് എന്ന് കാണാൻ പറ്റും. കശ്ഫുൽ അസ്റാർ. അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ സനത് പോകൂല. നമ്മുടെ സുലൈമാൻ സഖാഫി മാടിയക്കലൊക്കെ പറയാറില്ലേ, അല്ലാഹു അല്ലാത്തവരോട് കൊടുത്ത കഴിവിൽ നിന്ന് തേടിയാൽ ശിർക്കല്ല, എന്തും ചോദിക്കാം, ഈ മൈക്കയോടക്കം ചോദിക്കാം. വേറൊരു മുസ്ലിം കുട്ടി പറഞ്ഞെന്താ, നിങ്ങള് ഗുരുവായൂരപ്പനോടും കൊടുത്ത കഴിവെന്ന് ചോദിക്കാൻ ശിർക്കല്ല. നിങ്ങൾ നിഷേധിക്കുക, ഫോണിലുണ്ട്. നിങ്ങളെ മുസ്ലിയാക്കന്മാര് വാട്സപ്പ് ചർച്ചയിൽ പറഞ്ഞതാ, ഗുരുവായൂരപ്പനോട് അത് റബ്ബല്ല എന്നുള്ള വിശ്വാസത്തിൽ കൊടുത്ത കഴിവിൽ നിന്ന് അദ്ദേഹം തരുമെന്നുള്ള വിശ്വാസത്തിൽ ചോദിച്ചാൽ തെറ്റാണോ? അദ്ദേഹം പറഞ്ഞു, അങ്ങനത്തെ വിശ്വാസം ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പനോടും ചോദിക്കാം. തിരുവനന്തപുരത്ത് ഒരു മുഖാമുഖം നടന്നു. ഇസ്സുദ്ദീൻ കാമിൽ സഖാഫി എന്ന് പറയുന്ന ഒരു സഖാഫിയോട് ചോദ്യം, അതേ ലാത്തയെ വിളിച്ചാൽ ശിർക്കാണോ? ഉസ്സയെ വിളിച്ചാൽ ശിർക്കാണോ? ആരെയും ലാത്തയും ഉസ്സയും? അള്ളാന്റെ റസൂല് 13 കൊല്ലം ഏറും കുത്തും കൊണ്ടിട്ട് അവരെ ഇബാദത്ത് ചെയ്തിരുന്ന ആളുകളെ ഇന്ന് മാറ്റിയിട്ട് അള്ളാഹുവിലേക്ക് മടക്കിയ ആരാധ്യന്മാരാണോ? ഓല കുറ്റക്കാരൊന്നല്ല, ഓല കാലശേഷം ഓല ഇബാദത്ത് എടുത്തു മറ്റുള്ള ആളുകൾ. ഈ ലാത്തയെ വിളിച്ച തെറ്റാണോ? ഉസ്സയെ വിളിച്ച തെറ്റാണോ ചോദിച്ച ഉസ്താദ് പറഞ്ഞെന്താ, ലാത്ത അല്ലാഹുവിന്റെ മഹാനാണ്, കൊടുത്ത കഴിവിൽ നിന്നാണ് തേടിയതെങ്കിൽ അതും ശിർക്കല്ല. ഈ താരീഫ് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടിയത് ഈ സമൂഹത്തെ പഠിപ്പിക്കേ. ഈ താരീഫിന്റെ പുറത്താണല്ലോ ഞങ്ങളുടെ നാട്ടിൽ പറയും കോഴിന്റെ കാലുമ മുടി ചിറ്റിയ പോലെ. അതുകൊണ്ടാണല്ലോ ഈ സമൂഹത്തെ നിങ്ങൾ ശിർക്കിൽ തളച്ചിട്ട് നിർത്തിയത്. ഈ താരീഫ് നിങ്ങൾക്ക് കിട്ടിയത് കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന, അല്ലെ, സയ്യിദ് ഖുത്ബ് എന്ന് പറയുന്ന ഷിയാക്കളുടെ നേതാവിൽ നിന്നാണ്. അല്ലാതെ പറയാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ സമസ്തക്കാർക്ക്? അദ്ദേഹം പറഞ്ഞത് എന്താ, ഇമാമിങ്ങളെ വിളിക്കുന്നത്, മഹാന്മാരെ വിളിക്കുന്നത്, അമ്പിയാക്കന്മാരെ വിളിക്കുന്നത് അവർക്ക് സ്വയം കഴിവുണ്ട്, അവർ റബ്ബാണ് എന്നുള്ള വിശ്വാസത്തോടെയാണോ? അത് ശിർക്കാണ്. ഈ വിശ്വാസമില്ലാതെ കൊടുത്ത കഴിവിൽ നിന്നാണ് തേടുന്നതെങ്കിൽ അത് ശിർക്കല്ല. അവിടുന്നാണ് നമ്മുടെ സുലൈമാൻ സഖാഫിക്ക് കിട്ടിയത്. അദ്ദേഹം അവിടെ നേരെ പകർത്തി സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തിലേക്ക്. അവിടെ നിന്നാണ് മഞ്ചേരിയിലെ, മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലുള്ള ഇവരുടെ തൗഹീദ് ഇന്ന് ഇവർ സ്വീകരിക്കുന്നത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ തൗഹീദാണ്. അദ്ദേഹത്തിന് കിട്ടിയത് എവിടുന്നാണ്? ഈ ഷിയ നേതാവായ കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ച പണ്ഡിതന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? അല്ലാതെ ഏത് സലഫാണ് നിങ്ങളെ ഈ താരീഫ് പഠിപ്പിച്ചത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിലേക്ക് കൃത്യമായിട്ട് മടങ്ങുക. ഞാൻ ചോദിക്കട്ടെ, ബിലാലിന്റെ നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ചില്ലേ? ബിലാലിന്റെ നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ചില്ലേ? അതുപോലെ തന്നെ അമ്മാർ റളിയല്ലാഹുവിനെ പീഡിപ്പിച്ചില്ലേ? സുമയ്യയെ കൊന്നുകളഞ്ഞില്ലേ? ശത്രുക്കൾ ആവശ്യപ്പെട്ടതൊന്നു മാത്രം, ലാത്തയെ വിളിക്കാമോ, ഉസ്സയെ വിളിക്കാമോ? തൻഈമിന്റെ മലയുടെ മുകളിൽ ഹറമിൽ നിന്ന് 11.5 കിലോമീറ്റർ യാത്ര ചെയ്ത് അലെത്തുന്ന ഇന്ന് ആയിഷ പള്ളി എന്ന പേരുള്ള തൻഈം മലയുടെ മുകളിലേക്ക് കയറ്റി ഹുബൈബിനെ കുരിശിലേറ്റുമ്പോ ഹുബൈബിനോടും പറഞ്ഞത്, അല്ലാത്തവരോട് വിളിക്കാൻ തയ്യാറുണ്ടോ, മുഹമ്മദിൽ അവിശ്വസിക്കാൻ തയ്യാറുണ്ടോ എന്നാണ്. ഹുബൈബ് എന്താ ചോദിച്ചത്? ഞാൻ ഏത് വിശ്വാസത്തിൽ ചോദിക്കണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ക്ലാരിറ്റി വരുത്തണോ? എന്താ ക്ലാരിറ്റി വരുത്താൻ പറഞ്ഞത്? കൊടുത്ത കഴിവിൽ നിന്നാണോ, റബ്ബാണെന്നുള്ള വിശ്വാസത്തോടെയാണോ? എങ്കിൽ ഞാൻ വിളിക്കൂല എന്നാണോ? ബിലാൽ റളിയല്ലാഹു അൻഹു കല്ല് കയറ്റി വെച്ചപ്പോ അദ്ദേഹം അവിടെ താരീഫ് ചോദിച്ചോ? ഇല്ല, ഒരു വിളിയുമില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് കൃത്യമായി പ്രഖ്യാപിച്ചത്, എനിക്കെന്റെ റബ്ബ് മതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കേണ്ട ആളുകളാണ് നമ്മൾ. പക്ഷെ സമൂഹം പോയി എവിടെ എത്തി എന്നറിയുമോ നിങ്ങൾക്ക്?
എത്രത്തോളം വലിയ അപകടങ്ങളിലേക്കാണ് എത്തിയത്. പല വീടുകളിലും മൗലൂദ് എന്ന് പറഞ്ഞ് ഓതുന്ന കിതാബുകളില്, അതുപോലെ തന്നെ റാത്തീബ് എന്ന് പറഞ്ഞ് നടത്തുന്ന ചില ആചാരങ്ങളില്, കുത്തുബിയ്യത്ത് എന്ന് പറഞ്ഞ് നടത്തുന്ന ചില ഗ്രന്ഥങ്ങളില് ഈ സമൂഹത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? ഷെയ്ഖ് ജീലാനിയോട് വിളിച്ചു തേടാൻ പറയുകയാണ്. പോയി എവിടെ എത്തിയെന്നറിയുമോ? ബസ്സിർ ഫുആദി സിറാതൻ തസാലികുഹു ഫല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു വനജ്ജിഹി മില്ലല്ലാഹ് ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയൻ മുഹിയദ്ദീനി ബസ്സിർ ഫുആദി സിറാതൻ അൻത സാലികുഹു. ഏ മഹാനായ ശൈഖ് ജീലാനിയെ, അങ്ങ് സഞ്ചരിച്ച സൽപാന്താവിൽ എന്റെ മനസ്സിനെ തെളിയിച്ചു കൊണ്ടുപോകണമേ. അങ്ങാണല്ലോ ഹിദായത്തിന്റെ സപ്ലയർ. ഇപ്പൊ ഹിദായത്ത് സപ്ലൈ ചെയ്യുന്ന ആളാരാണ്? 800 കൊല്ലങ്ങൾക്ക് മുമ്പ് ബാഗ്ദാദിന്റെ മണ്ണിൽ ജീവിച്ചു മരിച്ചു പോയ ഒരു പണ്ഡിതനാണത്രേ. ഇപ്പൊ ഹിദായത്ത് സപ്ലൈ ചെയ്യാൻ അള്ളാഹ് ഏൽപ്പിച്ചു കിടന്നു. ആര് പറഞ്ഞു? ഈ ഗ്രന്ഥം എഴുതിയ ഈ ചങ്ങാതിയോട് ശൈഖ് ജീലാനിയാണ് ഹിദായത്ത് കൊടുക്കുന്നത്. ഇയാളോട് ആരാ പറഞ്ഞത്? ഹിദായത്ത് കൊടുക്കാൻ ഒന്നാമത്തെ റസൂലായ നൂഹ് നബിക്ക് പോലും കഴിഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരിൽ ശ്രദ്ധേയനായ പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ഉപ്പാക്ക് ഹിദായത്ത് കൊടുക്കാൻ ഇബ്രാഹിം നബിക്ക് പറ്റിക്കണോ? അള്ളാഹിന്റെ റസൂൽ എത്രയോ ആഗ്രഹിച്ച തന്റെ പിതൃവിന് ഹിദായത്ത് കൊടുക്കാൻ നബിക്ക് പറ്റിയോ? എന്നാ ഈ പറയുന്ന ഈ വരികൾ എവിടെയുള്ളത്? കുത്തുബിയ്യത്തിലാണ്. കുത്തുബിയ്യത്തിൽ എന്താ പറഞ്ഞത്? ശൈഖ് ജീലാനിയെ വിളിച്ചു പറയാണ്, എന്റെ ഹൃദയത്തെ ഹിദായത്തിലൂടെ വഴി നടത്തണേ. മുസ്ലിങ്ങളായ ഞങ്ങളൊക്കെ തേടുന്നത് ആരോടറിയോ? ഇത് കേൾക്കണ സമസ്തക്കാരും മുസ്ലിങ്ങളല്ല എന്നട്ടോ. അങ്ങനെ ആരും വ്യാഖ്യാനിക്കണ്ട സഹോദരങ്ങൾ. നിങ്ങളാരും മുശ്രിക്കും കാഫിറും ആകരുത്. അതിനു വേണ്ടിയിട്ട് ഈ പറയണത്. എന്താ ഈ പറഞ്ഞത്? എല്ലാ ദിവസവും റബ്ബിനോട് ഇന്ന് ഫാത്തിഹ സൂറത്തിൽ എന്താ ഉമ്മ നിങ്ങൾ ചൊല്ലിയത്? എന്താ ഉപ്പ നിങ്ങൾ ചൊല്ലിയത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമായ പാതയിലൂടെ റബ്ബേ എന്നെ നീ വഴി നടത്തേണമേ. കുത്തുബിയ്യത്തിൽ പറയുന്നത് ശൈഖ് ജീലാനിയോടാണ് അത് ചോദിക്കുന്നത്. അള്ളയോട് ചോദിക്കണം അതേ ചോദ്യം മഹാനോട് ചോദിക്കണോ? അല്ലേ? ഇനി ഇത് പ്രാർത്ഥനയാണോ അല്ലേന്ന് അന്വേഷിക്കണോ? ഇനി ഇത് പ്രാർത്ഥനയാണോ ഇബാദത്താണോ അല്ലേന്ന് അന്വേഷിക്കണോ? റബ്ബിനോട് തേടിയാൽ ഇബാദത്താണ് എങ്കിൽ ആ ചോദ്യം അല്ലാത്തവരോട് തേടിയാൽ എങ്ങനെ ഇബാദത്തല്ലായി മാറുക? സഹോദരങ്ങളെ, തീർന്നില്ല. സുൽത്താന കുല്ലി വലിയൻ മുഹിയദ്ദീനി. ലലാ എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് ശൈഖ് ജീലാനി അങ്ങ് ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ പേരാണ് ലലാ എന്ന് പറയുന്ന നരകം. കല്ലാ ഇന്നഹാ ലലാ നസ്സാഅത്തുൽ ലിശ്ശവാ. അതെ, ലലാ എന്ന് പറയുന്ന നരകം തന്നെയാണ്. നിങ്ങളുടെ തലയോട്ടി ഉരിച്ചു കളയുന്ന നരകമാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഹബീബായ നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തേടിയത് റബ്ബിനോടല്ലേ? ഏതൊരു കുട്ടിക്കും അറിയുന്ന പ്രാർത്ഥനയല്ലേ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ. അള്ളയോടല്ലേ? എല്ലാ ദിവസവും ഒരു മുസ്ലിമിനോട് ചുരുങ്ങിയത് 3 വട്ടം ദുആ ചെയ്യാൻ പറഞ്ഞില്ലേ? അല്ലാഹുമ്മ അജിർനീ മിനന്നാർ. പക്ഷേ ഈ കുത്തുബിയ്യത്തിൽ പറയുന്നത് എന്താണ്? വനജ്ജിഹി മില്ലല്ലാ. ലലാ എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ. അതുകൊണ്ട് ഈ ജാതി അല്ലേ, ഇത് ആരെഴുതിയത് അറിയങ്ങള്? ഈ തമിഴ്നാട്ടിലുള്ള കായൽ പട്ടണക്കാരനായ ഒരു അണ്ണാച്ചി എഴുതിയതാണ്. അദ്ദേഹം എഴുതിയതാണ് ഈ വരി. അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി? അദ്ദേഹത്തിന് ദീനിന്റെ അസലും വസലും അറിയോ? വിശുദ്ധ ഖുർആൻ ഒരാവർത്തി വായിച്ച ഒരാള് നരകത്തിൽ രക്ഷപ്പെടുത്തണേ എന്ന് ശൈഖ് ജീലാന്റെ അക്കീദ എന്താണ് ഈ സമൂഹത്തിന് അറിയോ? ശൈഖ് ജീലാനി പറഞ്ഞെന്താ അറിയങ്ങള്? അല്ലേ, താഴേക്ക് വല്ല സാധനം വീണ അത് എടുത്തു തരൽ പറയൽ തന്നെ വലിയ ബാബ എന്ന് പറയുന്ന ആളാണ്. ഒരാളോട് ഒരു സഹായം ചോദിക്കാത്ത ആളെ ശൈഖ് ജീലാനി. അദ്ദേഹം മരിക്കുമ്പോൾ മക്കളെ വിളിച്ച് പറഞ്ഞെന്താ അറിയോ? അള്ളഹാനോടല്ലാതെ നിങ്ങൾ ശിക്കായത്തുകൾ പറയരുത്, നിഷേധിക്കും നിങ്ങള്. അദ്ദേഹത്തിന്റെ ഫതഹുർ റബ്ബാനിയിലില്ലേ, ഫുത്തൂൽ ഖൈബിലില്ലേ, പുണ്യത്തു താലിബിനില്ലേ? അദ്ദേഹം പഠിപ്പിച്ച കാര്യമില്ലേ അത്?
എന്ന സമൂഹത്തിന് പരിചയമുള്ള ഷെയ്ഖ് ജീലാനി ആരാ? മലക്കുകളോട് മല്ലിടുന്ന ഷെയ്ഖ് ജീലാനി. ആർക്കെങ്കിലും കുട്ടിയെ ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹ് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ലൗഹുൽ മഹ്ഫൂദ് വെട്ടിത്തിരുത്തി കട്ട് ആൻഡ് പേസ്റ്റ് നടത്തുന്ന ആളാണ് ആര്? ഷെയ്ഖ് ജീലാനി. കഥകൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കുട്ടികളും മക്കളും ഇല്ല എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്നപ്പോ അള്ളാഹുവിന്റെ അല്ലേ ആ മഹാനായ ഷെയ്ഖ് ജീലാനി പറഞ്ഞ എന്താണ്? ആ കുട്ടികളെ വേണല്ലേ, എന്നാ ഞാൻ അള്ളാഹിനോട് ചോദിച്ചു നോക്കട്ടെ. ഒറ്റ നോട്ട ലൗഹക്ക്, എന്റെ കണ്ണെപ്പോഴും ലൗഹിലെന്ന് ഓവർ. ആരാ പറഞ്ഞത്? ഷെയ്ഖ് ജീലാന്റെ കണ്ണെപ്പോഴും ലൗഹില. ലൗഹിൽ ഇങ്ങനെ വായിക്കും എന്തൊക്കെ നടക്കണെന്ന്. ആ ലൗഹിലിനെ കുറിച്ച് ലൗഹിലുള്ള അറിവ് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുപോലും അറിയാത്ത ആളാണ് കോഴിക്കോടുള്ള ഖാദി മുഹമ്മദ്. അദ്ദേഹം എഴുതിയത് മനസ്സിലായോ സഹോദരങ്ങളെ? ആ ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹ് കുട്ടിയെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അള്ളാഹാണ് ചോദിച്ചു, അള്ളാഹ് ഒരു കുട്ടിയെ കൊടുത്താൽ പാവല്ലേ? ഏയ് ലൗഹില് കുട്ടിയില്ല, എന്നാ 2 എണ്ണം കൊടുത്തടാ. ഇല്ല, എന്നാ 3 എണ്ണം കൊടുത്തടാ. ഇല്ലല്ല, എന്നാ 4, 5, 6, 7 വരെ പോയിന്നാ. അവസാനം 7 എത്തിയപ്പോ അള്ളാഹ് പറഞ്ഞു, മുയ്യദീനെ നീ ബാക്കി പറയലടാ, ഞാൻ 7 എണ്ണം കൊടുത്തോളാം. ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു ജനത ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലല്ലേ? ഇത് ഖുർആനും സുന്നത്തുമാണോ? ഏത് സഹാബിയ ഇങ്ങനെയൊക്കെ വിശ്വസിച്ചത്? അല്ലേ? തന്റെ ജീവിതത്തിന്റെ നല്ലൊരു കാലം കുട്ടികളില്ലാതെ കഴിച്ചുകൂട്ടിയ നബിയല്ലേ സക്കരിയ നബി? ആ സക്കരിയ നബി എപ്പോഴും ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിച്ചിട്ട് അള്ളാഹുടെ കുട്ടിനെ ചോദിച്ചു വാങ്ങിക്കണോ? ചോദിച്ചതൊക്കെ എങ്ങനെയാ? അള്ളാഹുവേ നിന്റെ അടുക്കൽ നിന്ന് നല്ല കുട്ടിയെ തരണേ എന്നാ പ്രാർത്ഥിച്ചത്. അത് എപ്പോ? കറാമത്ത് കണ്ടപ്പോ. എന്താ കറാമത്ത്? മറിയം ബീവിയുടെ കറാമത്ത് കണ്ടപ്പോ. കറാമത്ത് കണ്ണോട്ട് കണ്ട ആളാ സക്കരിയ നബി. നമ്മുടെ നാട്ടിലെ ആളുകൾ കണ്ടിട്ടില്ല, കേട്ടിട്ടുള്ളൂ. എന്നിട്ടാണ് അവൾ ഓടുന്നെ ജാറത്തിന്റെ മേലെ ജാറത്തിലേക്ക്. അല്ലേ? മഹാന് കറാമത്തുണ്ട്, ഇന്ന അത്ഭുതങ്ങളുണ്ടെന്ന് പറഞ്ഞു ഓടുക. എന്നിട്ട് എന്താ കറാമത്ത്? പഴത്തിന്റെ ഉള്ളിൽ നിന്ന് കഴമ്പടിച്ചു മാറ്റിയ കറാമത്ത്. അതുപോലെ തന്നെ മൂത്രമൊഴിക്കാൻ പോയപ്പോ ശൈഖിനെ പാമ്പ് കടിച്ചു, പാമ്പ് ചത്തു. വേറെ റിവായത്തിലുള്ളത് പാമ്പ് ചത്തതല്ല, പാമ്പ് ആത്മഹത്യ ചെയ്തതാണ്. കാരണം എന്താ? CM മടവൂരാണെന്ന് വിചാരിച്ച് കടിച്ചതല്ല. ആരാ പറഞ്ഞത്? കോന്തു ഹാജി, ബീരാൻകുട്ടി ഹാജി. അയാളെ നാട് ഞാൻ പറഞ്ഞുതരൂല, വീട് ഞാൻ പറഞ്ഞുതരൂല, അതാ സനത്. നമ്മളെ കാന്തപുര ഉസ്താദ് പറഞ്ഞിട്ടില്ലെങ്കിൽ അലിസ്നാദു മിനദ്ദീൻ, അതിങ്ങനെ വായ നിറച്ച് പറഞ്ഞ പോരാ. ദീൻ സനദിൽ അധിഷ്ഠിതമാണ്. എവിടെയാണ് ഈ കറാമത്തുകൾക്ക് അടിസ്ഥാനമുള്ളത്? ഇനി ശരി, നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ പൊള്ളും എല്ലാ കറാമത്തും ഉണ്ടെന്ന് തന്നെ വെക്കുക. ഇന്ന് അത് മഹാന്മാരോട് തേടാനുള്ള വകുപ്പായിട്ട് ആരങ്ങോട് പറഞ്ഞത് കൂട്ടരെ? വിശുദ്ധ ഖുർആനിൽ കറാമത്ത് നേരിൽ കണ്ട പ്രവാചകനായ സക്കരിയ നബി കറാമത്തുള്ള മഹാമഹതിയായ മറിയം ബീവിയോട് തേടാതെ ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊല്ലങ്ങളായി ആഗ്രഹിച്ച ഈ മഹാനായ സക്കരിയ നബി തേടിയത് മറിയമിനോടല്ല. കേൾക്കുന്ന പരിധിയിലുണ്ട്. കറാമത്ത് കണ്ടു, ഔലി അതേ ബീവിയാണ്, എല്ലാം ഒക്കെയാ. നിങ്ങൾ പറഞ്ഞ സിഫത്തൊക്കെ ഒത്തിട്ടുണ്ട് അവിടെ. എന്നിട്ട് സക്കരിയ നബി അവിടെ കാണിച്ചത് എന്താ? അല്ലെ? ഹുനാലിക ദആ സക്കരിയ റബ്ബാ. അവിടെയാ ഞങ്ങളുള്ളത്, അവിടെയാ സലഫികളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം വിളിച്ചു തേടി. സൂറത്തു മറിയമിന്റെ ആദ്യ ആയത്തുകൾ വായിക്ക് സഹോദര. സൂറത്തു മറിയം 19-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ആയത്തുകൾ വായിക്കേ. ഖാഫ് ഹാ യാ ഐൻ സ്വാദ് എന്ന് പറഞ്ഞ സൂറത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞത് എന്താ? സക്കരിയ നബി എന്നെ പതുക്കെ വിളിച്ചു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ യഹ്യ എന്ന കുട്ടിനെ കൊടുത്തു. അല്ലാതെ സയ്യിദ് മദന്റെ ജാറത്ത് പോയിട്ട് കിട്ടി, മഹാന്മാരുടെ നേതാക്കന്മാരുടെ ജാറത്ത് പോയ കൊണ്ട് കിട്ടി എന്നല്ല. അതുകൊണ്ട് റബ്ബിനോട് മാത്രം തേടുന്ന ഒരവസ്ഥയിലേക്ക് സഹോദരങ്ങളെ കടന്നു വരിക. പിന്നെ പോയി ഞാൻ നിർത്തുകയാണ്, കൂടുതലൊന്നും പറയാൻ സമയമില്ലല്ലോ. സഹോദരങ്ങളെ, ഒരു വട്ടൊന്നും വിളിച്ചാ പോരാ. ഷെയ്ഖ് ജലാനെ വിളിക്കണ്ടേ 1000 വട്ടം വിളിക്കണം. അതിന് ചില സിഫത്തുകളൊക്കെ ഉണ്ട്. അതെന്താ നിങ്ങള് കേട്ടോളി. ألفا بخلوته عزما بهمته صرما لغفوته. ആരെങ്കിലും മനക്കരുത്തോടെ തന്റെ വിഷമം മനസ്സിലിരുത്തിക്കൊണ്ട് വിജനമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേര് ഒരു വട്ടമല്ല 1000 വട്ടം വിളിച്ചാൽ, ആലോചിച്ചോക്കണേ, ശൈഖ് ജീലാനി അഥവാ കേട്ടു എന്ന് വിചാരിക്കുക. ഒരു മനുഷ്യൻ നമ്മൾ ഈ നാട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ അയാളെങ്ങനെ 4 വട്ടം പുറകുന്ന് വിളിച്ചോക്കണി. കേട്ട ആളോട് തന്നെ അല്ലേ, ഒരു എന്താ പറയുക, ഹാജരെ ഇങ്ങനെ പോകുക, ഹാജരെ എന്ന് വിളിച്ചു കേട്ടു. പിന്നെ ഹാജരെ 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 ഒരു 50 വട്ടം വിളിച്ചാല് ഒന്നുകിൽ കൈ വീക്കിയിട്ട് ഒന്ന് കിട്ടും,
അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഏതിൽ ഗുളിക വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ചങ്ങലക്കിട്ടാണ് കൊണ്ടുപോകും അടുത്തുള്ള ഭ്രാന്താശുപത്രി. ശരിയല്ലേ? ഷെയ്ഖ് ജീലാനി കേട്ടു എന്ന് പറഞ്ഞാൽ ഒരാൾ 1000 വട്ടം വിളിക്കല് ഒരു അപമര്യാദയല്ലടോ. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? എന്നിട്ട് 1000 വട്ടം നിങ്ങളെ വാദപ്രകാരം ഷെയ്ഖ് ജീലാനി ഈ 1000 വട്ടം കേട്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ അല്ലേ? ഇനി അദ്ദേഹം വന്നാൽ തന്നെ നിങ്ങളെ വീട്ടിലെ ഹൈറും ബർക്കത്തും തരാനല്ല വരിക, മുണ്ടം വടിയിട്ട് തല്ലാനെ വരിക. മനസ്സിലായോ? എന്നിട്ട് എങ്ങനെ ഷെയ്ഖ് ജീലാനി വരിക? ലൈറ്റ് ഓഫ് ആക്കണം, പൊടി വിതറണം. പൊടി വിതറിയിട്ട് 1000 വട്ടം ഷെയ്ഖ് ജീലാനി ഒച്ചപ്പാടിട്ട് കുറെ മുസ്ലിം കുട്ടികൾ വിളിക്കും അല്ലേ? വിളിച്ചു കഴിഞ്ഞ് ലൈറ്റ് ഓൺ ആക്കിയ കാണാൻ നടുവില് 2 കാല്. ആ കാല് കണ്ട അപ്പറിഞ്ഞോ ഇവിടെ ജീലാനി വന്ന് ബൈക്കിന്, നിങ്ങൾക്ക് ഇവിടെ കഷ്ടപ്പാടും വിഷമൊന്നുമില്ല, ജീലാനിയുടെ മഹാനോട്ടം നിങ്ങളിലേക്കുണ്ട്. ഇപ്പോഴും നടക്കണില്ലേ പല വീട്ടിലും? ഏതോ ഒരു സ്ഥലത്ത് ആചാരി കട്ട ടോർച്ച് ഉണ്ട്, ടോർച്ച് അല്ലേ? അതങ്ങനെ ടോർച്ചൊന്ന് മുറുക്കിയിട്ട് അടിച്ചു നോക്കിയപ്പോൾ ഒരു മുസ്ലിം ഇട്ടത്ത് പൊടിയിലിക്കണേ. അപ്പോഴാ മനസ്സിലായത് മുഹദ്ദീൻ ഷെയ്ഖ് വരുന്ന കുട്ടൻസ് എന്താന്നുള്ളത്. വേറെ ഏതോ സ്ഥലത്ത് മുസ്ലിംമാരുടെ കാലിന്റെ അടികളെ പരിശോധിച്ച് നോക്കിയപ്പോ ഒരാളെ കാലിന്റെ അടിയിൽ നിറച്ച് പൊടി. അപ്പൊ ഇജാരുടെ മുഹദ്ദീൻ ഷെയ്ഖ് എന്ന് ചോദിച്ചു. ഇതൊക്കെയാണ് ഹാല്. ഇങ്ങനൊക്കെ കുറെ ചിന്തിച്ചിട്ടോ ഇതിന്റെ നിരർത്ഥകത മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെയാണ് ഇതാ ഇവിടെ ഇരിക്കുന്ന സെലഫികളിൽ ബഹുഭൂരിഭാഗം ഇങ്ങോട്ട് വന്നിക്കണം. അവരൊക്കെ ജഹാലത്തിലായിരുന്നു പണ്ട്, വലാലത്തിലായിരുന്നു പണ്ട്. അതൊക്കെ വിട്ടെറിഞ്ഞ് എന്ത് മഹാപരീക്ഷണങ്ങൾ വന്നാലും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നുള്ള ശക്തമായ ഒരു അവസ്ഥയിലേക്ക് ഹൃദയത്തെ കൊണ്ടുപോയാലങ്ങള് ഈ സെലഫി പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്കും വരാം ഈ ആദർശത്തിലേക്ക്, ഈ ആശയത്തിലേക്ക് നിങ്ങൾക്കും വരാം. എന്നിട്ട് ഷെയ്ഖ് ജീലാനിയോട് പറയുന്നത് എന്താ? അജബതുഹു മുസ്രിയൻ മിൻ അജലി ദഅവതിഹി ഫൽയദഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീൻ. അവർ തേടിയത് കാരണത്താൽ വേഗത്തിൽ ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കും, അതുകൊണ്ട് അവർ എന്നെ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചു കൊള്ളട്ടെ എന്നാണ്. പിന്നെ നിസ്കരിക്കണമെന്നും അതുപോലെ ചില മര്യാദകളൊക്കെ അതിന്റെ ബാക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഇതിന് തെളിവ് ധരിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത്? കൊണ്ടുവരുന്ന തെളിവുകൾ അഖിലവും യാതൊരു മുൻഗാമികളുടെയും പിൻബലമില്ലാത്ത തെളിവുകളായി മാറിയത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഈ ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്ത തെറ്റായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് ഈ ശിർക്ക് എന്ന് പറയുന്നത്. അത് വന്നുപോയാലേ ഉമ്മ നിങ്ങളെ വേറെ ഏതെങ്കിലും തെറ്റ് വന്നുപോയത് പോലെയല്ല, ഉപ്പ നിങ്ങളടുക്കൽ വന്നുപോയ മറ്റുള്ള തെറ്റുകൾ പോലെയല്ല, ഇതൊരിക്കലും അള്ളാഹ് പൊറുക്കൂല എന്ന ഖുർആൻ പറഞ്ഞത്. ഒരിക്കലും പൊറുക്കൂല. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഈ ശിർക്കൊഴികെയുള്ള ഏത് പാപങ്ങളും അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും, പക്ഷെ അത് പൊറുക്കൂല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തില്ലേ, ഒരു മനുഷ്യൻ ചെയ്യുന്ന അക്രമങ്ങൾ ഏറ്റവും വലിയ അക്രമം അൻ തജ്അല ലില്ലാഹി നിദ്ദാ, നിന്നെ സൃഷ്ടിച്ചവനായ റബ്ബിനെ നീ സമന്മാരെ വെക്കുന്ന ശിർക്കാണ്. വിശുദ്ധ ഖുർആൻ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളി. നിങ്ങള് വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായത്തിന്റെ പേരെന്താ? സൂറത്തുൽ ലുഖ്മാൻ. ആ ലുഖ്മാൻ തന്റെ മകന് കൊടുത്ത ആദ്യ ഉപദേശം എന്താണ്? വഇദ ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅ്ലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അളീം. മോനെ, അത് വമ്പിച്ച അക്രമ. നമ്മളെ മക്കളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ശിർക്കിന്റെ ഗൗരവത്തെ കുറിച്ച്. അത് മദ്രസയിലെ ഉസ്താദ് പഠിപ്പിച്ചോളെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കണ്ട. അത് സ്വന്തം ഉപ്പയും ഉമ്മയുമാണ് പഠിപ്പിക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞു. അതാണ് ലുഖ്മാൻ ഹക്കീം തന്റെ മകനിൽ കാണിച്ചു തന്നത്. അള്ളയോട് നടത്തുന്ന ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നത് അവനോടുള്ള ഇബാദത്താണ്, അവനോട് മാത്രമുള്ള ഇബാദത്താണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? ഈ വിഷത്തിന്റെ തുള്ളി നിങ്ങളുടെ കർമ്മങ്ങളിലേക്ക് ഒറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞു പോകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിലേക്ക് മടങ്ങുക, ഇസ്ലാമിന്റെ ഏകദൈവാരാധനയിലേക്ക് കൃത്യമായി മടങ്ങുക. സകല കീറക്കിതാബുകളും പാളക്കിതാബുകളും കാലക്കീലകളും വലിച്ചെറിഞ്ഞ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലേക്ക്, ഹബീബായ പ്രവാചകന്റെ സുന്നത്തിലേക്ക്, ആ രജത രേഖയിലേക്ക് സഹാബികൾ നടന്നു നീങ്ങിയ, താബിഈങ്ങൾ നടന്നു നീങ്ങിയ, അതിന്റെ ശേഷം കടന്നു വന്ന തബഊ താബിഈങ്ങൾ നടന്നു നീങ്ങിയ ആ ഉത്തമമായ മാർഗത്തിലേക്ക് കടന്നു വരിക. അതിന്റെ തൗഫീഖിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാ, നിങ്ങൾ
എന്തോ ഒച്ചിട്ട് പ്രസംഗിച്ചിട്ട് എന്താ, നിങ്ങൾക്ക് ഔലിയാക്കന്മാരില്ലല്ലോ, കറാമത്തില്ലല്ലോ, നിങ്ങൾക്ക് ഖബർ സിയാറത്തില്ലല്ലോ എന്നൊക്കെയാ പറയാറുള്ളത്. ഇതിൽ ഖബർ സിയാറത്തില്ലാത്തൊരു സലഫില്ല. ഖബർ സിയാറത്ത് ചെയ്യണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ആ ഖബർ സിയാറത്ത് എന്തിനാകണം? ഉള്ളാളം സയ്യിദ് മദനിയുടെ മഖ്ബറയിൽ നടക്കുന്ന നേർച്ചയ്ക്ക് വേണ്ടിയല്ല, അവിടെയുള്ള ജാറപ്പുതപ്പ് തടവാനല്ല, അവിടെയുള്ള മഹാന്റെ അതേ കടാക്ഷത്തിന് വേണ്ടിയല്ല, അവിടെ ചെന്ന് സുജൂദ് ചെയ്യാനല്ല, അവിടെ ചെന്ന് വിളിച്ചു തേടാനല്ല. ഇസ്ലാമിലെ ഖബർ സിയാറത്ത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകാനാണ്. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, മരണത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകാനാണ്. അതെ, ഫഇന്നഹാ തുദ്മഉൽ ഐൻ തറുഖുൽ ഖൽബ് എന്നൊക്കെ ഹദീസിൽ കാണാം. കണ്ണ് നനയിപ്പിക്കാനാണ്, ഹൃദയത്തെ സോഫ്റ്റ് ആക്കാനാണ്. ഇമാം നവവിയൊക്കെ പറയുന്നത് കാണാം. ഇമാം നവവിയുടെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, അതെ, കാഫിറിന്റെ ഖബറടക്കം സിയാറത്ത് ചെയ്യാം. അതിന്റെ അർത്ഥം എന്താ? ഏത് ഖബർ കണ്ടാലും ഒരു ദിവസം ഞാൻ ഈ മണ്ണിൽ വന്ന് കിടക്കേണ്ടാനുള്ള ചിന്ത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്നത്തെ ഖബർ സിയാറത്ത് പരലോകം ഓർമ്മിക്കാനാ? സയ്യിദ് മദനിയുടെ ഉള്ളാളത്ത് നടക്കുന്ന ആ അവിടെയുള്ള ഖബറിലേക്ക് പോകുന്നത് പരലോകം ഓർക്കാനാണോ? അവിടൊക്കെ ചെന്ന് വല്ല പരലോകം ഓർമ്മ ഉണ്ടാകൂ? തിളങ്ങണ പുതപ്പതിന് മേലെ, തിളങ്ങണ ഗ്രില്ലട അതിന്റെ ചുറ്റും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പരലോകത്തെ ഓർമ്മയുണ്ടാവുക, അതല്ല പരലോകം മറക്കുക ചെയ്യുക. പരലോക ഓർമ്മ ഉണ്ടാകുക എപ്പോന്ന് അറിയങ്ങള്? അവിടെ നേർച്ച നടക്കുമ്പോ സർക്കസ് ഊഞ്ഞാലുണ്ടാവും കറങ്ങണേ. ആ ഊഞ്ഞാലും അങ്ങനെ കറങ്ങിയിട്ട് മേലക്കെത്തും. മേലക്കെത്തിയിട്ട് കീപ്പിട്ട് നോക്കുമ്പോ യാ അല്ലാഹ് എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെ വരുന്നല്ലാതെ അവിടുത്തെ ഖബർ, കേരളത്തിലെ സകല മഖ്ബറയുടെ അവസ്ഥ തന്നെയാണ്. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവോ? പരലോകത്തുള്ള ഓർമ്മ ഉണ്ടാവോ? അവിടെ പോകുന്ന അതിനു വേണ്ടിയല്ല, ആ മഹാനോട് വിളിച്ചു തേടാനാണ്. അങ്ങനെ ഒരു ഖബർ സിയാറത്ത് ഞങ്ങൾക്കില്ല. എന്നാൽ അല്ലാത്ത ഖബർ സിയാറത്ത് ചെയ്യുന്നവരാണ് ഞങ്ങൾ. അതുപോലെ തന്നെ നമ്മളെ കുറിച്ച് പറയാറുണ്ട്, ഇവർ മരിച്ചു കഴിഞ്ഞാൽ അല്ലേ, നിലമ്പൂർ കാട്ടുന്ന കള്ളന്മാര് തേക്കും കുറ്റി കട്ടുകൊണ്ടോടെ പോലെ ഏറ്റിക്കൊണ്ടേ കുഴിച്ചിടുന്ന ആൾക്കാരാണ്. ആര് പറഞ്ഞതാ? 10 പിരിയത്തൊരു സഖാഫി ഉണ്ട്, ആ മഹാനവറുകൾ നമ്മളെ കുറിച്ച് പറഞ്ഞതാ. എന്താ പറഞ്ഞത്? അതെ, നിലമ്പൂർ കാട്ടുന്ന കള്ളന്മാര് തേക്ക് കട്ടുകൊണ്ടുപോണ പോലെ മുജാഹിദിന്റെ വീട്ടിൽ ഒരാൾ ചത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് പറഞ്ഞത്, കാറ്റുപോയാൽ നമ്മൾ കൊണ്ടുപോയി കുഴിച്ചിടും. ആര് പറഞ്ഞു ഈ സഖാഫിയോട്? നീ ഒരൊറ്റ ദിവസം ഞങ്ങളെ വീട്ടിൽ മരിച്ച വീട്ടിൽ വന്നു നോക്കിയിട്ടുണ്ടോ? പച്ചക്കളവല്ലേ പറഞ്ഞത്. മുജാഹിദുകൾ തെങ്ങിപ്പാർക്കുന്ന 10 പിരിയത്തും ഇടവണ്ണയുടെ സമീപത്തും ജീവിക്കാൻ അയാൾക്ക് ഭാഗ്യം കിട്ടിയിട്ട് ഒരു മുജാഹിദിന്റെ മയ്യത്ത് സംസ്കാരത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല എന്നല്ലേ ഇത് മനസ്സിലാവണേ? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞൊക്കെ അദ്ദേഹത്തിന്റെ മേലെ ഖബർ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അല്ലേ, കണ്ണടച്ചു കൊടുക്കൽ, ആ മയ്യത്തിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് മയ്യത്തിനെ കാണുമ്പോഴുള്ള പ്രാർത്ഥന, അതുപോലെ തന്നെ മയ്യത്തിനെ കുളിപ്പിക്കും, അതുപോലെ തന്നെ മയ്യത്തിനെ കഫൻ ചെയ്യും, അതുപോലെ മയ്യത്തിനെ നിസ്കരിക്കും, അതുപോലെ മയ്യത്തിനെ ഖബർസ്ഥാനിയിലേക്ക് കൊണ്ടുപോകും, അവിടെ തസ്ബീഹ് ചൊല്ലി മറമാടും. ഇതൊക്കെ റസൂൽ പഠിപ്പിച്ച് ചെയ്യുന്ന ആൾക്കാരങ്ങള്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ തേക്ക് കട്ടുകൊണ്ടാണ് കള്ളന്മാരെ പോലെ എന്ന് പറഞ്ഞത്? അദ്ദേഹത്തിന് കുറെ തഫ്സീറും ഷറഹൊക്കെ പറയും, നമ്മൾ അങ്ങോട്ട് പോണില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് എന്തില്ല? അൽഫാത്തിഹ വിളില്ല, അൽഫാത്തിഹ വിളില്ല. അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് എത്രയോ സഹാബികൾ മരിച്ചിട്ട് അൽഫാത്തിഹ വിളില്ല. ആ അൽഫാത്തിഹ വിളി എന്തിനാ? അപ്പുറത്തെ 500ന്റെ നോട്ട് ഇങ്ങോട്ട് വരാനാണ്, വേറൊന്നിനല്ലത്. അതിനിങ്ങോട്ട് പോകുന്നവർക്കറിയാം ആ അൽഫാത്തിഹ വിളി 500ന്റെ നോട്ട് ഇട്ടാനാണ്, വേറെ ഒന്നുമല്ല അല്ലേ. ഏതൊരു തമാശ പറയാറുണ്ട്, ഏതോ ഒരു മരിച്ച വീട്ടിൽ നിന്ന് കുറച്ച് മുസ്ലിം കുട്ടികൾ ഇറങ്ങി പോകുമ്പോ ഒരു വയസ്സായ ആൾ ആ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട് മരണ വീട്ടില്. അപ്പൊ ഏതോ ഒരു മുസ്ലിം പറഞ്ഞത്രേ മറ്റേ മുസ്ലിംരോട്, നമ്മൾ അടുത്ത മുത്താണടാ ഇരിക്കണത്. നമ്മൾ അടുത്ത മുത്താണ് ഇരിക്കണത്. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ 40, 15, 7 ചാവടിയന്തരം, കണ്ണോക്ക്, റാത്തീബ് അടിച്ചു പൊളിയാ. ലക്ഷദ്വീപിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 4 മാസം മുസ്ലിയാക്കന്മാരാ വീട്ടിലിരിക്കുക. പാവം പണമില്ലാത്ത വീട്ടിലാണെങ്കിൽ പോലും ഇവിടുന്നൊക്കെയോ കടം മേടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ മോരൂതറാത്തി പോകുന്ന ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക. എവിടുന്ന് കിട്ടിയതാ കുട്ടരെ ഇത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് യുദ്ധത്തിൽ മരണപ്പെട്ട സഹാബിയാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. ആ ജഅഫർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ കുടുംബ സങ്കടത്തിലായപ്പോ റസൂൽ എന്താ പറഞ്ഞേ? സഹാബികളെ എല്ലാരും വരികടാ, ജഅഫർ മരിച്ചു, നമുക്കിന്ന് അവിടെടാ ഫുഡ് എന്നാ പറഞ്ഞത്? അല്ല, ഇസ്നഹു ലി ആലി ജഅഫർ തുആമൻ, ജഅഫർ കുടുംബത്തിന് അങ്ങോട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. കാരണം ഓല് ഫുഡ് ഉണ്ടാക്കി തിന്നാൻ പറ്റിയ സിറ്റുവേഷനിലല്ല പോ, അതാണ് ദീൻ. അല്ല അവിടുന്ന് ഇങ്ങോട്ട് തിന്നലല്ല. എന്നിട്ട് ഖബറിന്റെ അടുത്ത് എന്നിട്ട് മോലിയർക്ക് ഒരു സ്വകാര്യം പറിച്ചില്ല, മൻ റബ്ബുക്കാന്ന് ചോദിക്കുവേ.
അതുപോലെ തന്നെ മൻ ഇമാമുക്കാന്ന് ചോദിക്കുകയെ എവിടുന്ന് കിട്ടിയതാ ഈ തൽഖീൻ? ഹബീബായ റസൂൽ പറഞ്ഞിട്ടുണ്ടോ? സുന്നത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ എവിടുന്ന് കിട്ടി? ഇത് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ പരിഹസിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യം. അതുകൊണ്ട് യഥാർത്ഥ ദീനിലേക്ക് കടന്നു വരിക. അതുപോലെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളി. നമ്മൾ റഹ്മത്തുള്ള ഖാസിമിന്റെ ക്ലിപ്പ് കേട്ടിട്ടില്ല നിങ്ങള്? ഇപ്പോൾ യൂട്യൂബിൽ കിട്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ വിളിക്കണമെന്ന് സലഫുകൾ പഠിപ്പിച്ചിട്ടില്ല. സലഫുകളുടെ രീതി അതല്ല. അയാൾ പറയണേ നമ്മൾ പറയണത് തന്നെയാണ് ശരി. പിന്നെ അയാളെ തഫ്സീറ. പക്ഷേ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണത് എന്തിനാ? മറ്റുള്ള സംസാരങ്ങൾ ഒഴിവാക്കി ഇത് ചെല്ലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മയ്യത്തിന്റെ പിന്നാലെ പോകുമ്പോൾ കുറെ ആൾക്കാർ നാട്ടുവർത്താനം പറയും, കുറെ ആൾക്കാർ വേറെ വർത്താനങ്ങൾ പറയും, ചിരിക്കണ പോലെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കിയിട്ട് പോലെ ദിക്റിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫിറ്റ് ചെയ്ത്. ഏതുപോലെ ഏപ്പിക്കാർ 10 നമ്മൾ 50 അറിഞ്ഞില്ലേ? ആര്? നമ്മളെ അമ്പലക്കടവ് പൈസ ദിക്റിനെ കുറിച്ച്. ഇതാണ് ഇവരുടെ ദീൻ എന്ന് പറഞ്ഞത്. ഇവർക്ക് തോന്നണ പോലെ കൊണ്ടുവരിക. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയായടോ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ദീൻ പൂർത്തിയായി കഴിഞ്ഞു. ഇനി മാത്രല്ല നമ്മുടെ നാട്ടില് അല്ലേ ദിക്റുകളാകുന്ന പല ദിക്റുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ അധികരിച്ചു വരുന്നത് പല കോലത്തിലാ. എന്റെ നാട് പാലക്കാട് ജില്ലയിലാണ്. അവിടെ ഒരു ബീരാൻ ഔലിയാപ്പാപ്പ ഉണ്ട്. മൂപ്പര് ആരടുത്ത് ചെന്നാലും ഓൾക്ക് ദിക്ർ പറഞ്ഞു കൊടുക്കും. ചീട്ട് കളിച്ച് പണം തൊലച്ച് അല്ലെ കടത്തിന്റെ മേൽ കടയായ ഒരു ഭർത്താവിനെ കൊണ്ടൊരു പെണ്ണ് ചെന്നപ്പോ ബീരാൻ ഔലിയാപ്പാപ്പ പറഞ്ഞ് ഓന്റെ കുഴപ്പം എനിക്ക് മനസ്സിലാക്കണേ, എന്ത് ചെയ്താൽ മതി, ഓനെ രാത്രി ഉറക്കരുത്, ഉറങ്ങാതെ ലാ മുച്ചീട്ട ഇല്ലല്ലാ എന്ന് 10,000 വട്ടം ചെല്ലിപ്പിക്കണം. ലാ മുച്ചീട്ട ഇല്ലല്ലാ. വയറ് രോഗവുമായി ചെന്നാൽ അവിടെയും ബീരാൻ ഔലിയാപ്പാപ്പക്ക് ദിക്റുണ്ട്. ലാ പള്ള ഇല്ലല്ലാ, ലാ ബത്തന ഇല്ലല്ലാ എന്നാണ് അല്ലേ? ലാ തലവല വാല ഇല്ലല്ലാ എന്നൊക്കെ ഉണ്ട്. അതൊക്കെ തലയും വാലില്ലാത്ത നോൽക്കന്റെ മനസ്സിലാക്കണേ. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇതിനെ എതിർത്തപ്പോ സമൂഹം നമ്മളെ ദിക്റില്ലാത്തവരാണെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? രാവിലെ എണീക്കുമ്പോഴുള്ള പ്രാർത്ഥനകൾ, അദ്കാർ സ്വബാഹ് വൽ മസാ, വാഹനത്തിൽ കയറുമ്പോ, വസ്ത്രം ധരിക്കുമ്പോ ഹബീബായ പ്രവാചകൻ പറഞ്ഞ ദിക്റുകളൊക്കെ ചെല്ലുന്ന ആളുകളായി നമ്മൾ മാറണം. നമ്മൾ ചൊല്ലുന്നവരുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീനിന്റെ യഥാർത്ഥ ആശയങ്ങളിലേക്ക് അതിനെ പഠിച്ച് കടന്നു വരാൻ നമുക്ക് ഈ സമൂഹത്തിന്റെ ഇടയിൽ ചെയ്യേണ്ട വലിയൊരു ദൗത്യമാണ് ഈ ദഅവത്ത് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, വലിയ അപകടത്തിലാണ് നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും പെട്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ ഇടയിൽ അതിശക്തമായി ഇറങ്ങി കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹത്തോടെ അവർക്ക് ഈ സത്യത്തിന്റെ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. അതാണ് നമ്മുടെ മേലുള്ള വലിയ ബാധ്യത. ഇനി ഒരു പ്രവാചകനോ ഒരു സ്വഹാബിയോ ഈ സത്യത്തെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ കടന്നു വരാനില്ല. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ സമൂഹത്തിൽ അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചത്തെ കാണിച്ചു കൊടുക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ വെളിച്ചത്തിലേക്ക് ഈ സമൂഹത്തിന്റെ മനസ്സിനെ അള്ളാഹു തിരിച്ചു വിടുമാറാകട്ടെ. അതുപോലെ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് മരണം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹക്കിന്റെ വെളിച്ചത്തിൽ ജീവിക്കാനുള്ള മഹത്തായ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പ്രോഗ്രാമിന് വേണ്ടി ദിനങ്ങളായി ദിവസങ്ങളായി അധ്വാനിക്കുന്ന പ്രവർത്തിക്കുന്ന നിഷ്കളങ്കരായ പ്രവർത്തകരുണ്ട്. അല്ലാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിനെ ആദ്യം മുതൽ അവസാനം വരെ ക്ഷമയോടെ കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാം അല്ലാഹുവിന്റെ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് മരണമാകുന്ന യാഥാർത്ഥ്യത്തെ കണ്ടുമുട്ടേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് അള്ളാഹുവിന്റെ യഥാർത്ഥ വിശ്വാസിയായി സ്വർഗത്തിൽ മഖാദം കണ്ടു മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ശിഫാഉൻ ആജില പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, അതുപോലെ പണ്ഡിതന്മാരുണ്ട്, ഉസ്താദന്മാരുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം ഖബറിടം സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരുപാട് വലിയ വലിയ രോഗങ്ങൾ അനുഭവിച്ച് വേദനകൾ കടിച്ചമർത്തി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്, അല്ലാത്തവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശിഫാഉൻ ആജില പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ സിറാത്ത് കടന്നു പോകുന്ന വിജയികളിൽ അള്ളാഹു നമ്മെ നമ്മുടെ ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ നോക്കി കടന്നു വരുന്ന എല്ലാ മുസീബത്തുകളെയും അള്ളാഹു നമ്മളിൽ നിന്ന് തിരിച്ചു വിടുമാറാകട്ടെ.
ലോകത്തിന്റെ പല കോണുകളിൽ ഈ ഉമ്മത്തിലെ അംഗങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വിശിഷ്യ ഫിലസ്തീനിന്റെ മണ്ണിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളേക്കാൾ അധികമാണ് അവിടുത്തെ അവസ്ഥകൾ. പലരാൽ നഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് കഴിയുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെ ആക്രമിച്ച ജൂത പരീക്ഷകൾക്ക് അള്ളാഹു അർഹമായ ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അവരിൽ നിന്ന് വിട പറഞ്ഞു പോയ കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെയും അത്തരം ഫാസിസ്റ്റ് ശക്തികളുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ വലിയ മുസീബത്തുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മുടെ നാടുകളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനിയും കൂടുതൽ അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തുമായി ഈ നാടുകളിൽ സമാധാനപൂരിതമായി ഇനിയും നമുക്ക് ജീവിക്കുവാനും ഇനി വരുന്ന തലമുറകൾക്കും ജീവിക്കുവാനുമുള്ള രൂപത്തിൽ ഈ നാടിനെ അള്ളാഹു ഇതിന്റെ സമാധാനം ആഗ്രഹിക്കുന്ന കൈകളിലേക്ക്, അധികാരികളുടെ കൈകളിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിന് അള്ളാഹു എല്ലാ സമയത്തും സംരക്ഷണം പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.